ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന സബ്ജക്റ്റിന്റെ യൂണിവേഴ്സിറ്റി എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ പഠിക്കേണ്ടതും എന്നുള്ളതും നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 4ന്റെ സിലബസ് ഇതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ്, ദി ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ട്യൂറിംഗ് മെഷീൻ. നമുക്ക് എല്ലാ മോഡ്യൂളിലും ഓരോ ഓട്ടോമേറ്റയും ഓരോ ട്യൂറിംഗ് മെഷീൻ, പുഷ് ഡൗൺ ഓട്ടോമേറ്റ ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിനൊരു ഫിഗറും ഉണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പോകുന്നതിന് മുമ്പ് ആ ഫിഗറും അതേപോലെ അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ടപ്പിളും നിങ്ങൾ നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, എക്സാമ്പിൾസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ. അതായത് ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് പ്രോബ്ലം ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതായത് ട്യൂറിംഗ് മെഷീൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മളോട് ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യാനായിട്ട് പറയും. അതേപോലെ ട്യൂറിംഗ് മെഷീൻ ആസ് ലാംഗ്വേജ് ആക്സെപ്റ്റേഴ്സ്. നമ്മൾ എങ്ങനെയാണോ ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെപ്പുകൾ എഴുതി അതിൻ്റെ ആക്സെപ്റ്റഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് ഈ ട്യൂറിംഗ് മെഷീൻ ആസ് ലാംഗ്വേജ് ആക്സെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുമ്പോൾ ഈ ട്യൂറിംഗ് മെഷീൻ്റെ ഡിസൈൻ തന്നെയാണ് ഇവിടെ നമ്മൾ വരയ്ക്കുന്നില്ല, പക്ഷേ സ്റ്റെപ്സ് എഴുതുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്ട്രിങ് ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയോ എന്നുള്ളത് നോക്കുന്നു. ഇപ്പോൾ ശരിക്കും ട്യൂറിംഗ് മെഷീനെ സംബന്ധിച്ച് ചില കേസിൽ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് എത്തിയോ എന്ന് നോക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ പറയുന്ന ഒരു സന്ദർഭം വളരെ കുറവാണ് ഇവിടെ. എന്നാലും ആ സ്റ്റെപ്സ് ആണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, ട്യൂറിംഗ് മെഷീൻ ആസ് കമ്പ്യൂട്ടേഴ്സ് ഓഫ് ഫങ്ഷൻ. അതായത് നമ്മളിപ്പോൾ യൂണറി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ട്യൂറിംഗ് മെഷീൻ വെച്ചുകൊണ്ട് നമുക്ക് ബൈനറി അഡീഷൻ അല്ലെങ്കിൽ യൂണറി അഡീഷൻ, യൂണറി മൾട്ടിപ്ലിക്കേഷൻ, 2's കോംപ്ലിമെന്റ്, 1's കോംപ്ലിമെന്റ്, അങ്ങനെ ട്യൂറിംഗ് മെഷീൻ വെച്ചിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഫങ്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേരിയൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ, ഇതൊരു തിയറി പോർഷൻ ആണ്. ഇത് ടൈപ്സ് നമ്മൾ നമ്മുടെ ആപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, തിയറി പോർഷൻ. അപ്പോൾ ഇനി ഈ ഒരു ഫസ്റ്റ് ഹാഫിലുള്ളത് റിക്കർസീവ് ആൻഡ് റിക്കർസീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് ആണ്. അതായത് ഇവിടെ നിന്ന് നമുക്ക് ഈ റിക്കർസീവ് ആൻഡ് റിക്കർസീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് ഫ്ലാറ്റിൻ്റെ ഏകദേശം സെയിം സിലബസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഫ്ലാറ്റിന് പ്രീവിയസ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ടേക്കുന്ന ഒരു ടോപ്പിക്കാണ് റിക്കർസീവ് ആൻഡ് റിക്കർസീവ് എന്യൂമറബിൾ ലാംഗ്വേജ്. അത് നമ്മളിവിടെ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം, നോക്കാതെ പോകാൻ പാടില്ല. അതേപോലെ വേരിയൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ്സ് നിങ്ങളൊന്ന് ആ ഒരു ടോപ്പിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 3 മാർക്കിന് നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ. അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാതെ പഠിക്കേണ്ടത് ട്യൂറിംഗ് മെഷീൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. അതേപോലെ പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അത് ജസ്റ്റ് നോക്കണം. നെക്സ്റ്റ്, ചോംസ്കിയൻ ഹൈറാർക്കി. ചോംസ്കിയൻ ഹൈറാർക്കി കഴിഞ്ഞ ദിവസത്തെ ഫ്ലാറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ചോംസ്കിയൻ ഹൈറാർക്കി അതും ഒരു തിയറി പോർഷനാണ്. അതായത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ മുതൽ 4th മോഡ്യൂൾ വരെ പഠിച്ചപ്പോൾ ഏതൊക്കെ മോഡൽസ് ആണ് പഠിച്ചത്, ആ മോഡൽസിനെ എല്ലാം കൂടി ചേർത്ത് വെച്ച് നമ്മളൊരു ഫിഗറൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട് ചോംസ്കിയൻ ഹൈറാർക്കി. അപ്പോൾ അതും ഒന്ന് നോക്കണം. അതേപോലെ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റഡ് ആസ് റെസ്ട്രിക്റ്റഡ് TM. അപ്പം ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ലീനിയർ ബൗണ്ട് ഓട്ടോമേറ്റയും ട്യൂറിംഗ് മെഷീനും ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ചെറിയ വ്യത്യാസങ്ങളാണ് ഇതിനുള്ളത്. കൂടുതലും പ്രോബ്ലംസ് നമുക്ക് ട്യൂറിംഗ് മെഷീനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഈ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ ചോദിച്ചാലും ആ ഒരു ലോജിക്ക് വെച്ച് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പോർഷൻസ് നിങ്ങൾ നോക്കുക. നെക്സ്റ്റ്, കമ്പ്യൂട്ടബിലിറ്റിയുടെ പോർഷനിൽ ഇവിടെ കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് തിയറി പോർഷനാണ്. ആകെ 2 പ്രോബ്ലംസ് ആണ് വരുന്നത്. ഒന്ന് എൻകോഡിംഗ് ഓഫ് TM, അതായത് ട്യൂറിംഗ് മെഷീൻ്റെ എൻകോഡിങ്ങും അതേപോലെ പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലം. ഇത് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 ടോപ്പിക്കാണ് ഈ എൻകോഡിംഗ് ഓഫ് TMഉം അതേപോലെ പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലം. അതായത് ഫ്ലാറ്റിൻ്റെ സിലബസിൽ നിന്നും വ്യത്യാസപ്പെട്ട 2 ടോപ്പിക്കാണ് ഈ എൻകോഡിങ്ങും അതേപോലെ തന്നെ പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലവും. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചർച്ച് ട്യൂറിംഗ് തീസിസ്.
അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്. ഇതിന്റെ തിയറി പോർഷനാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അതിൻ്റെ അകത്തൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതേപോലെ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ആൻഡ് ഡയഗണലൈസേഷൻ, റിഡക്ഷൻ, ഡിസൈഡബിൾ ആൻഡ് അൺഡിസൈഡബിൾ പ്രോബ്ലം, ഹോൾട്ടിംഗ് പ്രോബ്ലം, പിന്നെ പ്രൂഫ് ഓഫ് അതായത് പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലം, അതിൻ്റെ അൺഡിസൈഡബിലിറ്റി പ്രൂവ് ചെയ്യുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഈ ഡയഗണലൈസേഷൻ, റിഡക്ഷൻ, ഡിസൈഡബിൾ ആൻഡ് അൺഡിസൈഡബിൾ പ്രോബ്ലംസ് ഇതെന്ന് പറയുന്നത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി. നമുക്ക് ആ ഒരു ടോപ്പിക്ക് കിട്ടും. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത്. ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്താൽ തന്നെ ഈ ഒരു പോർഷൻ നമുക്ക് ഫുള്ള് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തെ എൻകോഡിങ്ങും അതേപോലെ പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലം, അത് പ്രോബ്ലം ആണ്. അത് മറ്റൊരാൾ പറഞ്ഞു തരാതെ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വൺസാപ്പിൽ ആ തിയറി പോർഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4th മോഡ്യൂളിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നമുക്കിനി സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസൈൻ എ ട്യൂറിംഗ് മെഷീൻ ഫോർ L = A⁻n B⁻n n greater than or equal to 1. അതായത് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? A⁻n B⁻n n greater than or equal to 1. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് എങ്ങനെയാ വരുന്നത്? അതായത് എ എത്ര ടൈം ആണോ നമുക്കുള്ളത് അത്രയും ടൈം തന്നെ ബി വരും. ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ട്യൂറിംഗ് മെഷീൻ ആണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമുക്ക് ഇൻപുട്ട് ടേപ്പ് ഉണ്ടായിരിക്കും. ആ ഇൻപുട്ട് ടേപ്പ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഇൻപുട്ട് ടേപ്പിൽ ഇവിടെ നമ്മൾ ഈ പറയുന്ന സ്ട്രിങ്ങിനെ പ്ലേസ് ചെയ്തു. AABB ആണ് സ്ട്രിങ് വരുന്നത്. ഇവിടെ ബ്ലാങ്ക് സിമ്പിൾ ആണ്. ഓക്കെ, ട്യൂറിംഗ് മെഷീൻ ആണ്. അപ്പോൾ നമ്മുടെ സ്ട്രിങ്ങിന് ശേഷം വരുന്നതെല്ലാം ബ്ലാങ്ക് സിമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആദ്യം നമ്മൾ റീഡ് ചെയ്യേണ്ടത് എ ആണ്. ഓക്കെ, എ നമ്മൾ എടുക്കുന്നു, റീഡ് ചെയ്യുന്നു. അപ്പോൾ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഇൻപുട്ട് ടേപ്പിലെ എ നമ്മൾ റീഡ് ചെയ്തു. എ റീഡ് ചെയ്തതിന് ശേഷം അതിന് എക്സ് ആയിട്ട് റൈറ്റ് ചെയ്തു. എനെ എക്സ് ആയിട്ട് റൈറ്റ് ചെയ്തു, റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഇനി റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റിലെത്തി, അതായത് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തി. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എത്ര എ കണ്ടാലും എ ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഇനി എത്ര എ വന്ന്, ഇവിടെ നമ്മൾ 2 എ ആണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് 2, 3, 4 എത്ര വേണമെങ്കിലും എസ് നമ്മുടെ ഇൻപുട്ട് ടേപ്പിൽ ഉണ്ടാവാം. അപ്പോൾ ആദ്യത്തെ എനെ എക്സ് ആക്കിയതിന് ശേഷം നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കാണുന്ന എകളെ ഒന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. അതെല്ലാം അതേപടി തന്നെ കീപ്പ് ചെയ്യണം. അതാണ് ഈ എഴുതിയിരിക്കുന്ന സെന്റൻസ്. എനെ എ ആയിട്ട് കീപ്പ് ചെയ്തു, റൈറ്റിലേക്ക് മൂവ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ നോക്കിയേ, അതായത് എ നമ്മൾ റീഡ് ചെയ്തു. ഇവിടെയുള്ള എ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇവിടെ എത്തി, അതായത് അടുത്ത ബിയിലെത്തി. ഫസ്റ്റ് ബീനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് വൈ വെച്ചിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് ബീനെ എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്? വൈ വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ റീപ്ലേസ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ പോരുവാണ്. അതായത് ഇനി നമുക്ക് പോരേണ്ടത് ലെഫ്റ്റിലേക്കാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബീനെ വൈ ആയിട്ട് റീപ്ലേസ് ചെയ്തു, ലെഫ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. നമ്മൾ തിരിച്ചു പോരുമ്പോൾ എന്തൊക്കെയാ കാണുന്നത്? ഈ ബീനെയാണ് നമ്മൾ വൈ ആക്കിയത്. ഈ എനെ കാണും അല്ലെ? ആ എനെ എല്ലാം അതേപടി തന്നെ കീപ്പ് ചെയ്യണം. അതായത് എനെ കാണും, എ അതേപടി തന്നെ കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് വരുമ്പോൾ ഇങ്ങേയറ്റത്തേക്ക് വരുമ്പോൾ എ എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സിനെ എക്സ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. എക്സ് ഓൾറെഡി അവിടെ നമ്മൾ ഇവിടെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അടുത്ത എ കാണും അല്ലെ? അപ്പൊ അടുത്ത എനെയും എന്താക്കണം? എക്സ് ആക്കിയിട്ട് റൈറ്റ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ എ ഇല്ല, പക്ഷെ നമുക്ക് എത്ര എ വേണേലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ എ ഉണ്ടെങ്കിൽ എ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഇനി എന്തിനാണ് ഈ വൈ കൊടുത്തിരിക്കുന്നത്? ഇവിടുന്ന് നമ്മൾ അടുത്ത ബീനെ നോക്കി വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനി കാണുന്നത് വൈ ആണ് ഇവിടെ. കാരണം ഓൾറെഡി നമ്മൾ ഒരു ബീനെ വൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ
വൈനെ കണ്ടാൽ വൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഈ വൈയും നമ്മൾ പാസ് ചെയ്ത് വന്ന് അടുത്ത നെക്സ്റ്റ് ബിയിലേക്ക് വന്നു. നെക്സ്റ്റ് ബിയിലേക്ക് വരുമ്പോൾ ആ ബീനെ വൈ ആയിട്ട് റൈറ്റ് ചെയ്തു, പിന്നെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു വൈ ഉള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഇവിടെ വൈയും കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വൈനെ വൈ ആയിട്ട് കീപ്പ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. ഇനി തിരിച്ചു പോകുമ്പോൾ എക്സിനെ കാണും അല്ലെ, വൈ കണ്ടു, ഇവിടെ വന്നു, വൈ കണ്ടു, വൈക്ക് ശേഷം നമ്മൾ കാണാൻ പോകുന്ന എക്സ് ആണ്. എക്സിനെ എക്സ് ആയിട്ട് കീപ്പ് ചെയ്തു, റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഒരു എ ഇൻപുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് വൈ മാത്രമായിരിക്കും അല്ലെ. ഇനി എ ഇൻപുട്ട് എല്ലാം എക്സ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനുള്ളത് വൈ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ വൈ വന്നു കഴിഞ്ഞാൽ വൈനെ വൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അടുത്ത സ്റ്റേറ്റിലെത്തി, അതായത് ഇവിടെ വരുമ്പോൾ അല്ലെ, എത്ര വൈ കണ്ടാലും വൈ ആയിട്ട് കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് പോവുക. അതായത് ഈ പറയുന്ന കേസ്, ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്ത്, അതായത് ഇൻപുട്ട് ടൈപ്പ് എല്ലാം എക്സ് എന്നും വൈ എന്നും വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്റ്റെപ്പാണ് ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വൈ ആണ് നമ്മൾ കാണാനുള്ളൂ. ഇനി ആ വൈ എത്ര തവണ വന്നാലും വൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. എവിടം വരെ പോകണം? ആ വൈ തീരുന്നത് വരെ. വൈ തീരുന്നത് ഈ ബ്ലാങ്ക് സിമ്പലിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലാങ്ക് സിമ്പൽ കണ്ടു. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ബ്ലാങ്ക് സിമ്പലിനെ ബ്ലാങ്ക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടോ നമുക്ക് നിർത്താം. ഏത് സിമ്പൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ 6 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എന്തായി? ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തി. Q4 എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് A⁻n B⁻n n greater than or equal to 1 ട്യൂറിംഗ് മെഷീൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ഡിസൈൻ എ ട്യൂറിംഗ് മെഷീൻ ഫോർ L equal to A⁻n B⁻n C⁻n n greater than or equal to 1. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെയിം ലോജിക്ക് തന്നെയാണ്. അവിടെ എയും ബിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എയുടെയും ബിയുടെയും കൂടെ സിയും കൂടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമ്മൾ കഴിഞ്ഞ സെയിം ലോജിക്ക് തന്നെയാണ്. നമുക്കിവിടെ ഇൻപുട്ട് ടൈപ്പിൽ 2A 2B 2C അതിനുശേഷം ബ്ലാങ്ക് സിമ്പിൾ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് ടൈപ്പിലെ ഓരോ വേരിയബിളിനും XYZ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. എല്ലാം റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് Q0 സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ നമ്മൾ കാണുന്നു അല്ലെ, ഇൻപുട്ട് ടൈപ്പിലെ എ കണ്ടു. എനെ എക്സ് ആയിട്ട് റൈറ്റ് ചെയ്തു, റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ പോയിന്റർ ഇവിടെ എത്തി, സെക്കൻഡ് പൊസിഷനിലെത്തി. ഇനി നമ്മൾ നോക്കുമ്പോൾ എത്ര എ കണ്ടാലും ഫസ്റ്റ് എനെ എ ആക്കി വെച്ചതിന് ശേഷം പിന്നെ കാണുന്ന എത്ര എ ആണെങ്കിലും അതിനെല്ലാം എ ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഇൻപുട്ട് ചേഞ്ച് വരുന്നത് എപ്പോഴാണ്? അടുത്ത ഇൻപുട്ട് വരുമ്പോൾ എ കഴിഞ്ഞു, ഇനി ബി വരുമ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈ വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ബീനെ വൈ വെച്ച് റീപ്ലേസ് ചെയ്തു, റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഇനിയും ഇവിടെ ബി ഉണ്ട്. അപ്പൊ ആ ബികളൊക്കെ കാണുമ്പോഴും നമ്മൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്യണം. ബി കണ്ടാൽ ബി ആയിട്ട് കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അതിനുശേഷം ഒരു ഇൻപുട്ട് ചേഞ്ച് വരുന്ന എവിടെയായിരിക്കും? ഈ പറയുന്ന സിയിലായിരിക്കും. ആ സീനെ ഇസഡ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ഇവിടെ വരെ ആദ്യത്തെ സീനെ റീഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ മൂവ്മെന്റ് ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ തിരിച്ചു പോകുന്ന വഴി എന്തൊക്കെ നമ്മൾ കാണണം? ഇവിടെ ബി ഉണ്ട്. ആ ബീനെ ബി ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ബീനെ നമ്മൾ വൈ ആക്കിയിട്ടുണ്ട്. ആ വൈനെ കാണും, വൈനെ വൈ ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ എ ഉണ്ടല്ലേ, ഇവിടെ ഈ തിരിച്ചു പോകുന്ന വഴി എ ഉണ്ട്. എനെ എ ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ഇനി അടുത്ത ഒരു റൗണ്ട് വരുമ്പോഴാണ് നമ്മുടെ ഇസഡിന്റെ കേസ് വരുന്നത്. അതായത് അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ ഇതിപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താന്ന് പറയാം. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ എനെ എ ആയിട്ട് കീപ്പ് ചെയ്തു, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു.
ഇനി നമ്മൾ കാണാൻ പോകുന്ന എക്സ് ആണ്. അപ്പൊ ഇതാണ് എക്സ്. എക്സിനെ എക്സ് ആയിട്ട് കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ വീണ്ടും പോയിന്റർ ഈ സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നു. അതായത് ഇനി കാണാൻ പോകുന്ന എനെ എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ആ പോകുന്ന വഴിയിൽ എ കാണും, എനെ എ ആയിട്ട് കീപ്പ് ചെയ്യണം. വൈ കാണും, വൈനെ വൈ ആയിട്ട് കീപ്പ് ചെയ്യണം. ബി കാണുമ്പോൾ അടുത്ത, അതായത് ആദ്യത്തെ വൈക്ക് നമുക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് ബി കാണുമ്പോൾ നമ്മൾ അതിനെ വൈ ആക്കണം. അപ്പോൾ ബീനെ വൈ ആക്കിയിട്ട് വെച്ചിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ ഇസഡ് കാണും അല്ലെ. ഈ ഇസഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഇസഡ് കണ്ടാലും ഇസഡായിട്ട് കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ട്രിപ്പിൽ നമുക്ക് ഇസഡ് കാണേണ്ടി വരും. ഇനി വീണ്ടും നമ്മൾ ഇസഡിന് ശേഷം സി ഉണ്ട്. സി കാണുമ്പോൾ സീനെ ഇസഡ് ആക്കുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അടുത്ത സ്റ്റേറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇനി ഈ സീനെയാണ് നമ്മൾ ഇസഡ് ആക്കുന്നത് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ നമ്മൾ ഈ വഴിയിൽ കാണാൻ പോകുന്നത്? ഇവിടെ ഒരു ഇസഡ് ഉണ്ട്, വൈ ഉണ്ട്, അതേപോലെ തന്നെ എ ഉണ്ട്, എക്സ് ഉണ്ട്. അതെല്ലാം അതേപോലെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മൾ ഇവിടെ ഈ എനെ എക്സ് ആക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ നമ്മൾ എക്സ് ഇവിടെ കാണും. ആ എക്സിനെ എക്സ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാം കഴിയുമ്പോൾ, അതായത് എനെ എല്ലാം എക്സ് ആക്കുകയും ബീനെ എല്ലാം വൈ ആക്കുകയും സീനെ എല്ലാം ഇസഡ് ആക്കുകയും ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കൺട്രോൾ പോകുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. അതായത് ഇവിടെ വന്ന് കഴിയുമ്പോൾ പിന്നെ എ നമ്മൾ കാണുന്നില്ല. എ കണ്ടാൽ മാത്രമാണ് ഈ ഭാഗത്തേക്ക് പോവുള്ളൂ. പിന്നെ നമ്മൾ ജസ്റ്റ് കാണുന്നത് എന്താണ്? വൈ ആണ്. അതായത് ഈ ഒരു പോർഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈനെ കാണുന്നു. വൈനെ കാണുമ്പോൾ വൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ എത്ര വൈ കണ്ടാലും വൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് പോകുക. അതാണ് അവിടെ വീണ്ടും ലൂപ്പ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ എന്തായിരിക്കും കാണുന്നത്? എല്ലാം എക്സും വൈയും ഇസഡും മാത്രമാണ്. അപ്പോൾ ഇസഡ് ആണ് ഇനി കാണുന്നത്. അപ്പോൾ ഇസഡിനെ ഇസഡായിട്ട് കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് എത്തി. അതായത് നമ്മൾ A⁻n, B⁻n, C⁻n എന്ന കണ്ടീഷൻ യൂസ് ചെയ്ത് നമ്മളൊരു ട്യൂറിംഗ് മെഷീൻ ഇപ്പോൾ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഇനി നെക്സ്റ്റ്, വൺസ് കോംപ്ലിമെന്റ് ഓഫ് എ ബൈനറി നമ്പർ. ഒരു ബൈനറി നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണുക എന്നുള്ളത്. അതായത് ഇതാണ് നമ്മൾ സിലബസിലെ സെക്കൻഡ് പോർഷനിൽ പറഞ്ഞ TM ആസ് കമ്പ്യൂട്ടേഴ്സ് ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന പ്രോബ്ലംസ് ആണ് ഇത്. അതായത് ഓരോ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നനുസരിച്ച് നമ്മൾ ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എങ്ങനെയാണ് വൺസ് കോംപ്ലിമെന്റ് കാണുന്നത്? ഇപ്പോൾ നമുക്ക് 0 1 0 1 ഇത് നമുക്കൊരു നമ്പർ ആണെങ്കിൽ, ഇതൊരു ബൈനറി നമ്പർ ആണെങ്കിൽ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1010 ആണ് അല്ലെ. ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്താണ്? 1010 ആണ്. അതായത് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എഴുതുന്നത്. 0ക്ക് 1 എഴുതും, 1ന് 0 എഴുതും, 0ക്ക് 1, 1ന് 0. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, Q0യിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. Q0യിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ടേപ്പ്. ഇവിടെ ഇപ്പോൾ 0 1 0 1 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്കിൽ ഇവിടെ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റിൽ തന്നെ നോക്കും. എത്ര 0 കണ്ടാലും അതിനെ 1 ആക്കുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. 1 കാണുമ്പോൾ അതിനെ 0 ആക്കുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഇനി ഇതെവിടെയാണ്? ഇത് ലാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലാങ്ക് സിമ്പിൾ ഉണ്ട് അല്ലെ. അപ്പോൾ ബ്ലാങ്ക് സിമ്പിൾ ഇനി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാങ്ക് സിമ്പിൾ ആണോ നോക്കുക. റൈറ്റിലേക്ക് മൂവ് ചെയ്ത് ബ്ലാങ്ക് സിമ്പിൾ കണ്ടാൽ ബ്ലാങ്ക് സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോയിന്റർ ജസ്റ്റ് ഈ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വരുന്നതും കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. അതായത് ഓൾറെഡി നമ്മളിപ്പോൾ 0 കണ്ടതിനെയെല്ലാം 1 ആക്കി, 1 കണ്ടതിനെയെല്ലാം 0 ആക്കി. അതാണ് വൺസ് കോംപ്ലിമെന്റ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇൻപുട്ട് ടേപ്പിൽ ഇപ്പം അതാണുള്ളത്. നമ്മൾ പോയി ബ്ലാങ്ക് സിമ്പിളിന്റെ അടുത്ത് വരെ എത്തി. ഇനി നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി എല്ലാം കണ്ടുപിടിച്ചത് കൊണ്ട് തിരിച്ചു വരുമ്പോൾ ആ പോയിന്ററിനെ ജസ്റ്റ് മാറ്റാൻ വേണ്ടി മാത്രമാണ്
നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ 0 കണ്ടാൽ 0 ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. 1 കണ്ടാൽ 1 ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അതായത് യാതൊരു ചേഞ്ചും വരുത്താതെ തന്നെ പോയിന്റർ ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ബ്ലാങ്ക് സിമ്പലിനെ ഇവിടെ വരുമ്പോൾ ട്യൂറിംഗ് മെഷീൻ ആവുമ്പോൾ ഈ സൈഡിലും ബ്ലാങ്ക് സിമ്പൽ ഉണ്ട്. അപ്പോൾ ബ്ലാങ്ക് സിമ്പൽ കാണുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ആ പോയിന്ററിനെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് വളരെ ഈസിയാണ്. ഇത്രയും ചെയ്താലും അത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ എ ട്യൂറിംഗ് മെഷീൻ ഫോർ അഡീഷൻ ഓഫ് 2 integers ഇൻ യൂണറി നൊട്ടേഷൻ. അടുത്ത പ്രോബ്ലം നോക്കാം. അതായത് യൂണറി നൊട്ടേഷൻസ് യൂസ് ചെയ്ത് 2 ഇൻറ്റിജേഴ്സിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള, അതായത് സീനിയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് നമ്പറാണ് അവർക്ക് സബ്സ്ട്രാക്ഷൻ ആയിരുന്നു ചോദിച്ചിരുന്നത്, അത് ഏത് നമ്പറാണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടതെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ചിലപ്പോൾ നമ്പറൊക്കെ തന്നിരിക്കും. അല്ലെങ്കിൽ ഈ യൂണറി നൊട്ടേഷനിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? യൂണറി നൊട്ടേഷൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ 3 ആണെങ്കിൽ 3നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഒന്നെങ്കിൽ 3 1 യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ 3 0 വെച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഒന്നെങ്കിൽ 1 വെച്ചിട്ട് അല്ലെങ്കിൽ 0 വെച്ചിട്ട് ഈ നമ്പറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി 2 ആണെങ്കിലോ 2നെ ഒന്നെങ്കിൽ നമുക്ക് 2 1 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 0 യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കൺസിഡർ ചെയ്യാം, 1 അല്ലെങ്കിൽ 0. അല്ലാത്തതിനെ, ബാക്കിയുള്ളതിനെ നമുക്ക് സെപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എന്ന് പറയുന്നത് 0 ആണ് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് 3ഉം 2ഉം ആണ് ആഡ് ചെയ്യണ്ടെങ്കിൽ 3 എന്തായിരിക്കും? 3 zeros ആയിരിക്കും. 2 എന്ന് പറഞ്ഞാൽ 2 zeros ആയിരിക്കും. നമ്മുടെ റിസൾട്ടിൽ എത്ര സീറോസ് വരണം? 5 zeros ആണ് റിസൾട്ടിൽ വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് റിസൾട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമുക്ക് ഈ നമ്പറിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് വെച്ചേക്കാം. 3 zeros ആണുള്ളത്. അതിനെ ബ്ലാങ്ക് സിമ്പൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ 2 0 ആണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടേണ്ട ആൻസർ എത്രയാണ്? 5 zeros ആണ് അല്ലേ? ഓക്കെ, 5 zeros ആണ് ആൻസർ വരേണ്ടത്. 3 + 2 5 ആണ്. 5 zeros ആൻസർ വരണം. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. വളരെ സിമ്പിൾ ആണ്. അതായത് 0 കണ്ടു അല്ലേ? 0 കണ്ടാൽ 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എന്താ നമ്മൾ കാണുന്നത്? ബി അല്ലെ? ബ്ലാങ്ക് സിമ്പിൾ. എത്ര പ്രാവശ്യം 0 വന്നാലും ഈ ലൂപ്പിൽ തന്നെ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന 0നെ ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് അതേപടി 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ ബ്ലാങ്ക് സിമ്പിൾ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ബ്ലാങ്ക് സിമ്പിൾ കാണുമ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് ഇതിന്റെ ലോജിക്ക് വരുന്നത്. ഈ സെപ്പറേഷൻ, അതായത് ഇവിടെ വരുന്ന സെപ്പറേഷനിലെ ഈ ബ്ലാങ്ക് സിമ്പിളിനെ എന്താക്കും? ഈ ബ്ലാങ്ക് സിമ്പിളിനെ 0 ആക്കി റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എത്തുമ്പോൾ വീണ്ടും ഇവിടെ 0 ഉണ്ട് അല്ലേ? അപ്പോൾ 0 കണ്ടാൽ 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ അങ്ങേറ്റത്തേക്ക് വരുമ്പോൾ വീണ്ടും എന്തുണ്ട്? ബ്ലാങ്ക് സിമ്പിൾ ഉണ്ട്. അതായത് സ്ട്രിങ് തീർന്നു കഴിയുമ്പോൾ ഇവിടെ ബ്ലാങ്ക് സിമ്പിൾ ഉണ്ട്. ആ ബ്ലാങ്ക് സിമ്പിളിനെ ബ്ലാങ്ക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തി. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ എങ്ങനെയാ വന്നേക്കുന്നേ? അതായത് ഇവിടെ ഉണ്ടായിരുന്ന ബ്ലാങ്കിനെ നമ്മൾ 0 ആക്കി. ഓൾറെഡി നമുക്ക് ഇവിടെ 2 0 ഉണ്ട്. ഇപ്പൊ ടോട്ടൽ നമുക്ക് എത്ര 0 ആയി? 6 0 ആയി. നമ്മുടെ ആൻസർ എന്താ ശരിക്കും വരേണ്ടത്? 5 0 ആണ് വരേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്ത് ചേഞ്ച് ആണ് വരുത്തുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ അടുത്തത് ബ്ലാങ്ക് സിമ്പിൾ കാണുന്നവരെ നമ്മൾ പോയി ബ്ലാങ്ക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ചെയ്യുന്നത് ഈ ബ്ലാങ്കിന്റെ തൊട്ടടുത്തുള്ള 0, അതായത് ആ 0നെ എന്താക്കും? ബ്ലാങ്ക് ആക്കും. അപ്പോൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ട് 0നെ ബ്ലാങ്ക് ആക്കുന്നു, വീണ്ടും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയില്ലേ? അതായത് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത് ഈ സെപ്പറേഷൻ ഇടയിൽ വന്ന ബ്ലാങ്കിനെയും കൂടി 0 ആക്കുന്നു. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ എത്രയാണ്? ഒരു 0 കൂടുതലായിട്ട് വരും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി
ഏറ്റവും അങ്ങേറ്റത്ത് ബ്ലാങ്ക് സിമ്പലിന്റെ അടുത്ത് പോയി അതിന്റെ തൊട്ടടുത്തുള്ള സീറോയിനെ ബ്ലാങ്ക് ആക്കുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് 5 കിട്ടി. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. അതായത് യൂണറി നൊട്ടേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ട്യൂറിംഗ് മെഷീൻ എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇത് സബ്സ്ട്രാക്ഷൻ ആണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സെയിം ലോജിക് ഒക്കെ തന്നെയാണ്, ഈസി ആണ്. പക്ഷെ എന്നാലും ഇത് സീനിയേഴ്സിന്റെ, അതായത് ഫ്ലാറ്റിന്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളത്. ഇതിന്റെ റിസൾട്ട് വരുന്നത് ആദ്യം നമ്മുടെ മനസ്സിലിരിക്കണം. അതായത് ഇപ്പോൾ എമ്മും എന്നും ആണ് രണ്ട് നമ്പേഴ്സ് എന്ന് വിചാരിക്കുക. എം മൈനസ് എൻ വേർ എം ഗ്രേറ്റർ ദാൻ എൻ. ഓക്കെ, എം എന്നിനെ കഴിഞ്ഞും ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് എം മൈനസ് എൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാം. പക്ഷേ എൻ ഗ്രേറ്റർ ദാൻ എം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 ആയിരിക്കും. ഇതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 4ഉം 2ഉം നമ്മൾ എടുക്കുകയാണെങ്കിൽ 4ഉം 2ഉം എടുക്കുകയാണ്. അപ്പോൾ എം ഗ്രേറ്റർ എം ആണ് ഇവിടെ 4, 2 എന്ന് പറയുന്ന എൻ ആണ്. അങ്ങനെയാണെങ്കിൽ എം ഗ്രേറ്റർ ദാൻ എൻ ആയതുകൊണ്ട് 4 - 2 ചെയ്തപ്പോൾ റിസൾട്ട് 2 കിട്ടി. ഇനി അടുത്ത കേസിൽ നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എൻ ആണ് 4, എം = 2. അതായത് ഇവിടെ എം എന്ന് പറയുന്ന ഒരു ലെസർ ഒരു നമ്പർ ആണ്, അതായത് 2 ആണ് ഇവിടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ നമ്പർ ഒരു ഗ്രേറ്റർ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് 0 ആയിരിക്കും. ഓക്കെ, ആ ഒരു ഐഡിയ ഉണ്ടാവണം മനസ്സിലെങ്കിലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് വരയ്ക്കാം. ഇവിടെ 1ഓ 0യോ എന്ത് വേണമെങ്കിലും വരച്ച് വെച്ച് നിങ്ങൾക്ക് ഇത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ 1 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ 4 - 2 ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 4 1 നമുക്ക് എടുക്കാം. 4 1 എടുത്തു. ഇവിടെ ഒരു സെപ്പറേറ്റർ ആയിട്ട് നമുക്ക് 0 യൂസ് ചെയ്യാം. ഇനി 2 ആണെങ്കിൽ 2 1 നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ഒരു 0യും പിന്നെ നമുക്ക് ബ്ലാങ്ക് സിമ്പിൾസും. ഓക്കെ, അല്ലെങ്കിൽ ഇത് ബ്ലാങ്ക് സിമ്പിൾ ആയിട്ട് തന്നെ കണ്ടാലും മതി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് 1 വന്നു. 1നെ, അതായത് ഈ 1നെ നമ്മൾ ബ്ലാങ്ക് സിമ്പിൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അതിനുശേഷം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണ്. റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 കാണും, അതേപോലെ 0യും കാണും. 1 കണ്ടാലും 0 കണ്ടാലും അതേപോലെ തന്നെ കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഇവിടെ നമ്മളൊരു ബ്ലാങ്ക് സിമ്പിൾ കാണുന്നത് വരെ മൂവ് ചെയ്യുക. ഓക്കെ, അങ്ങേറ്റത്തെ ബ്ലാങ്ക് സിമ്പിൾ കാണുന്ന വരെ മൂവ് ചെയ്യുക. അങ്ങനെ ബ്ലാങ്ക് സിമ്പിൾ കണ്ടാൽ ബ്ലാങ്ക് സിമ്പിൾ ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ആ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് 1 ആണല്ലേ. അപ്പോൾ ഈ 1നെ ബ്ലാങ്ക് ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതായത് ഇവിടെ നമ്മളൊരു ബ്ലാങ്ക് ആക്കി അങ്ങേയറ്റത്ത് ബ്ലാങ്ക് വരെ പോയി അതിൻ്റെ തൊട്ടടുത്തുള്ള 1നെ ബ്ലാങ്ക് ആക്കി. ഇനി നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് 1 കാണും, 0 കാണും. എന്ത് കണ്ടാലും അതേപോലെ കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് പോരുക. തിരിച്ചു വരുമ്പോൾ ഇവിടെ ബ്ലാങ്ക് സിമ്പിൾ വരെ വരും അല്ലേ. തിരിച്ച് വന്ന് ഇവിടെ ബ്ലാങ്ക് സിമ്പിൾ വരെ വരും. അപ്പോൾ ആ ബ്ലാങ്ക് സിമ്പിൾ കാണുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത 1 കിട്ടി. ആ 1നെ ബ്ലാങ്ക് ആക്കുന്ന പ്രോസസ്സാണ് ഇവിടെ. ഇനി തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ എത്ര 1 കണ്ടാലും എത്ര 0 കണ്ടാലും എന്താണ് അത് നമ്മൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്യണം. അങ്ങേയറ്റത്ത് പോയി ബ്ലാങ്കിന്റെ തൊട്ടടുത്തുള്ള 1നെ മാത്രമാണ് ബ്ലാങ്ക് ആക്കാൻ പാടുള്ളൂ. അതായത് ഇതിന്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ 2 1 ഉണ്ട്, ഇവിടെ 0 ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 1 ക്യാൻസൽ ആക്കും, അങ്ങേയറ്റത്ത് പോയി ഇവിടുന്നൊരു 1 ക്യാൻസൽ ആക്കും. അതേപോലെ ഇവിടുന്ന് ഒരു 1 ഈ 1 ആണ്, അതായത് ബ്ലാങ്കിന്റെ തൊട്ടടുത്തുള്ള ഈ 1നെയാണ് ആദ്യം ക്യാൻസൽ ആക്കുന്നത്. അതിനുശേഷം തിരിച്ചു വന്നു, ഈ 1നെ ക്യാൻസൽ ആക്കി, തിരിച്ചു പോയി ബ്ലാങ്കിന്റെ തൊട്ടടുത്തുള്ള ഇതിനെ ക്യാൻസൽ ആക്കി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ 1നെ എടുത്തു, 1നെ നമ്മൾ ബ്ലാങ്ക് ആക്കി അങ്ങേ അറ്റത്തേക്ക് പോയി ബ്ലാങ്കിന്റെ തൊട്ടടുത്തുള്ള 1നെ ബ്ലാങ്ക് ആക്കി തിരിച്ച് നമ്മൾ പോരുമ്പോൾ എത്ര 0 കണ്ടാലും എത്ര 1 കണ്ടാലും അതേപോലെ കീപ്പ് ചെയ്യുക, തിരിച്ചു പോരുക. അപ്പോൾ ബ്ലാങ്ക് ആകുന്നവരെ പോണം. ബ്ലാങ്ക് ആണെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഈ ബ്ലാങ്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വീണ്ടും ഉണ്ടല്ലേ ഇവിടെ 1 4 - 2 ആണ് നമ്മൾ പറഞ്ഞത്.
ഈ 4നെ എന്ത് ചെയ്തു, ബ്ലാങ്ക് ആക്കിയിട്ട് തിരിച്ചു പോരുന്നു. തിരിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ അടുത്ത 2നെ, അതായത് ഇവിടെ മുതലാണ് നമ്മുടെ റിസൾട്ടിന് ചേഞ്ച് വരാൻ പോകുന്നത്. അതായത് ഇവിടെ ആദ്യത്തെ 1 നമ്മൾ ബ്ലാങ്ക് ആക്കി, അടുത്ത 1 ബ്ലാങ്ക് ആക്കി, തിരിച്ച് ഇവിടെ ഒരു 1 ബ്ലാങ്ക് ആക്കി, അടുത്ത കറസ്പോണ്ടിങ് ബ്ലാങ്കിന്റെ തൊട്ടടുത്തുള്ള 1ഉം നമ്മൾ ബ്ലാങ്ക് ആക്കി. അപ്പോൾ രണ്ടും ഈക്വൽ ആയി അല്ലേ. തിരിച്ച് തേർഡ് 1 നമ്മൾ ബ്ലാങ്ക് ആക്കിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് കാണുന്നില്ല, ശരിയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ 1 കണ്ടാലും 0 കണ്ടാലും ഒന്നും മൈൻഡ് ചെയ്യരുത്, നമ്മൾ ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ പോകുമ്പോൾ ഇവിടെ എന്താണ്, ഇനി നമ്മൾ 1 കാണുന്നില്ല, ബ്ലാങ്ക് കാണുന്നുണ്ട്. ബ്ലാങ്കിനെ ബ്ലാങ്ക് ആയിട്ട് കീപ്പ് ചെയ്തു, ലെഫ്റ്റിലേക്ക് ഇവിടം വരെ ക്യാൻസൽ ചെയ്ത് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ബ്ലാങ്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി 1 കാണുന്നില്ല. ഓക്കെ, ആ 1 കാണുന്നില്ലാതെ വരുമ്പോൾ പിന്നെ ഉള്ളത് 0 ആണ്. അതായത് ഈ സെപ്പറേറ്ററിന്റെ അടുത്തെത്തി. അങ്ങനെ സെപ്പറേറ്ററിന്റെ അടുത്തെത്തിയാൽ ആ സെപ്പറേറ്റർ ആയിട്ടുള്ള 0നെ 1 ആക്കുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക, തിരിച്ച് മൂവ് ചെയ്യുക. ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഇപ്പോൾ ഓൾറെഡി ഒന്നും കൂടി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. 3 1 ഉണ്ട്, 0 ഉണ്ട്, ഇവിടെ 2 1 ഉണ്ട്. ഇത് വരുന്നത് ആദ്യത്തെ 1നെ നമ്മൾ ബ്ലാങ്ക് ആക്കുന്നു, ഇവിടെ 1നെ കറസ്പോണ്ടിങ് ഒരൊറ്റ ഐട്രേഷനിൽ നമ്മൾ ഇവിടെ ബ്ലാങ്ക് ആക്കുന്നു, തിരിച്ചു വരുന്നു, ഇതിനെ നമ്മൾ ബ്ലാങ്ക് ആക്കുന്നു, ഇവിടെ നിന്ന് വന്നിട്ട് ഇതിനെ ബ്ലാങ്ക് ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോയിട്ട് ഈ 3നെ ബ്ലാങ്ക് ആക്കി ഇവിടെ കറസ്പോണ്ടിങ് 1നെ ബ്ലാങ്ക് ആക്കാൻ നോക്കുമ്പോൾ എന്തില്ല, ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് 1 ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ, അതായത് ഈ 1നെ ഈ 0നെ നമ്മൾ 1 ആക്കും. ഓക്കെ, അപ്പൊ നോക്കി, ഇത് 3ഉം ഇത് 2 ആയിരുന്നു. 3 - 2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ആൻസർ 1 കിട്ടിയില്ലേ? ആ ബ്ലാങ്കിനെ 0 ആക്കുക, അതിനെ കൂടി ഇവിടെ മിച്ചമുള്ള 1ന്റെ കൂടെ കൗണ്ട് ചെയ്യുക, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. ഇനി ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ Q4ലേക്ക് നമ്മൾ എത്തുന്നത് എപ്പോഴാണ്? അതായത് ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ കറസ്പോണ്ടിങ് 1 ക്യാൻസൽ ചെയ്യാനില്ലാത്ത സമയം വരുമ്പോൾ 0 കാണും, 0നെ 1 ആക്കും, എന്നിട്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഇനി രണ്ടാമതൊരു കേസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? എന്ത് കേസായിരുന്നു? അതായത് സബ്ട്രാക്ഷൻ. നമ്മൾ ചെറിയ നമ്പറിനെ വലിയ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് 0 ആണെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ആ വരുന്ന സ്റ്റെപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ചെറിയ നമ്പർ ആണെങ്കിൽ അതും സിമ്പിൾ ലോജിക്ക് തന്നെയാണ്. ഇവിടെ 1 ആണ്, 2 1 ആണ് വന്നത്. നെക്സ്റ്റ് 0 വന്നു, ഇവിടെ 3 1 വരുന്നു. 2 - 3 ആണ് വരുന്നത്, 3 1 വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 2ൽ നിന്ന് 3 മൈനസ് ചെയ്യണം, റിസൾട്ട് 0 ആണ്. അങ്ങനെയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ലോജിക്ക് വരുന്നത്? ഈ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1ന് ഇവിടെ വന്നിട്ട് ഈ ബ്ലാങ്ക് സിംഗിളിന്റെ തൊട്ടടുത്തുള്ള 1 നമ്മൾ ബ്ലാങ്ക് ആക്കുന്നു. നെക്സ്റ്റ് ഈ 1 ബ്ലാങ്ക് ആക്കുന്നു, അടുത്ത തൊട്ടടുത്തുള്ള ഈ ബ്ലാങ്ക് സിമ്പിളിന്റെ തൊട്ടടുത്തുള്ള അങ്ങേയറ്റത്തുള്ള 1 ബ്ലാങ്ക് ആക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ തിരിച്ചു വരുമ്പോൾ 1 അല്ല കാണുന്നത്, ചെറിയ നമ്പർ ആണല്ലേ. ഇവിടെ നമ്മൾ കാണുന്നത് 0 ആണ്. അതാണ് ഇവിടെ പറയുന്നത്, 1 നമ്മൾ കാണുന്നില്ല, 0 ആണ് കാണുന്നത്. ആ 0നെ നമ്മൾ ബ്ലാങ്ക് ആക്കുന്നു. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ 0 കണ്ടു കഴിഞ്ഞാൽ 0നെ ബ്ലാങ്ക് ആക്കി റൈറ്റിലേക്ക് മൂവ് ചെയ്ത് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി 1 കണ്ടാൽ അതിനെല്ലാം 0 ആക്കി, ഇനി കാണുന്ന 1നെ എല്ലാം, ഇനി ഇവിടേക്ക് 1 നമുക്ക് വരും, ആ 1നെ എല്ലാം ഒന്ന് 0 ആക്കിയും കൂടി വെക്കണം ട്യൂറിംഗ് മെഷീനിൽ. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് റിസൾട്ട് 0 ആണ്. ആ റിസൾട്ടിലേക്ക് വരുന്നത് ഈ 0 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, പക്ഷെ ബാക്കിയുള്ള 1നെ 0 ആക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എന്ന് പറയുന്നത് m ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതും m ലെസ് ദാൻ n ആണെങ്കിൽ 0 ആണ് റിസൾട്ട് വരുന്നത്. ആ റിസൾട്ട് വരുന്ന പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, 2's കോംപ്ലിമെന്റ് ഓഫ് എ ബൈനറി സ്ട്രിംഗ്. എങ്ങനെയാണ് നമ്മളൊരു നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നത്? സാധാരണ നമ്മൾ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നത് 1010 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ 1's കോംപ്ലിമെന്റ് കാണും. 1's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0 1 0 1 ആണ്. പ്ലസ് 1 ആഡ് ചെയ്യുമ്പോൾ 1 + 1 0 1 0 1 + 1 0 1. നെക്സ്റ്റ്
1 0 ഇതാണല്ലേ. അതായത് ഒരു ബൈനറി നമ്പർ തന്നിരുന്നാൽ അതിന്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിച്ച് അതിന് ശേഷം 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. പക്ഷെ നമ്മുടെ ട്യൂറിംഗ് മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയൊന്നും അതായത് ഇത്രയും വർക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ ലോജിക്ക് ഇങ്ങനെയാണ്. നമുക്കറിയാലോ, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ നമ്മൾ ഹ്യൂമൻ യൂസ് ചെയ്യുന്ന ലോജിക്ക് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ലോജിക്ക്, ടൂസ് കോംപ്ലിമെന്റിന്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ 1 1 0 1 0 0 ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു നമ്പറാണ് ഉള്ളത്. ആ നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ 1 0 1 0 0 ഈ നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് നമുക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്യൂറിംഗ് മെഷീൻ ചെയ്യുന്ന ലോജിക്ക് എന്ന് വെച്ചാൽ, അതായത് ഇവിടുന്ന്, അതായത് ഈ ഒരു സ്ട്രിങ്ങിനെ ഇതേപടി റീഡ് ചെയ്ത് റൈറ്റിലേക്ക് പോവും, ഇവിടം വരെ റീഡ് ചെയ്യും. അതിനുശേഷം അങ്ങേയറ്റത്തുനിന്ന് ഇവിടുന്ന് ഈ നമ്പറിനെ ഇതേപോലെ തന്നെ എഴുതും, 0 0 എന്ന് ഇങ്ങനെ എഴുതും. ഫസ്റ്റ് 1 കാണുമ്പോൾ ആ 1ഉം എഴുതും. പക്ഷെ ഫസ്റ്റ് 1ന് ശേഷം കാണുന്നതിനെല്ലാം എന്ത് കൊടുക്കും? അതിന്റെ കോംപ്ലിമെന്റ് എടുക്കും. അതിന്റെ ഇൻവേർട്ടഡ്, അതായത് 0 ആണെങ്കിൽ 1 ആക്കും, 1 ആണെങ്കിൽ 0 ആക്കും. അപ്പൊ ഇതാണ് ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ട്യൂറിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് ടൂസ് കോംപ്ലിമെന്റ് ഇങ്ങനെയാണ്. അതായത് നമ്മൾ റൈറ്റ് മോസ്റ്റ് സൈഡിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ ഓരോ എലമെന്റ് റീഡ് ചെയ്ത് വന്നിട്ട് ഫസ്റ്റ് 1 കാണുന്നവരെ സെയിം ആയിട്ട് കീപ്പ് ചെയ്യും. 1ന് ശേഷം കാണുന്നതിന്റെ എല്ലാം കോംപ്ലിമെന്റ് എടുക്കും. അതെങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. Q0 ആണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. അപ്പോൾ Q0യിൽ നിന്ന് നമുക്കൊരു ഇൻപുട്ട് ടേപ്പ് ഇങ്ങനെ വരയ്ക്കണം. 1 0 1 0 0 ഇതാണ് ബ്ലാങ്ക് സിമ്പൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 0 കണ്ടാൽ എത്ര 0 ആണെങ്കിലും 1 ആണെങ്കിലും എന്താണെങ്കിലും അതേപടി തന്നെ കീപ്പ് ചെയ്ത് നമുക്ക് അങ്ങേ അറ്റത്ത് പോയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന ഇൻവേർഷൻ അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് കാണുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്നാണ്. അപ്പോൾ 0 ആണെങ്കിൽ 0 ആയിട്ട് കീപ്പ് ചെയ്യുക, 1 ആണെങ്കിൽ 1 ആയിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ ഈ സ്ട്രിങ് എല്ലാം അതേപടി തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ബ്ലാങ്ക് സിമ്പൽ വരെ എത്തും, ഇവിടം വരെ എത്തും. ബ്ലാങ്ക് സിമ്പലിൽ എത്തി. അങ്ങനെയാണെങ്കിൽ ബ്ലാങ്ക് സിമ്പലിനെ ബ്ലാങ്ക് ആയിട്ട് കീപ്പ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ 0 ആണ് കാണുന്നതെങ്കിൽ 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ 0 ആണ്. അപ്പോൾ വീണ്ടും ഈ ലൂപ്പിൽ തന്നെ കറങ്ങും. ഇതും 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. 1 നമ്മൾ കണ്ടു. ഫസ്റ്റ് 1 വന്നാൽ 1 ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ഇനി ഫസ്റ്റ് 1 കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നതെല്ലാം അതിന്റെ കോംപ്ലിമെന്റ് ആണ്. അതാണ് ഈ റെഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0 കണ്ടാൽ 1 ആയിട്ട് കീപ്പ് ചെയ്യുക, 1 കണ്ടാൽ 0 ആയിട്ട് കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടി. പിന്നെ ഇങ്ങേറ്റത്ത് ഒരു ബ്ലാങ്ക് സിമ്പൽ ഉണ്ട്. ബ്ലാങ്ക് സിമ്പലിനെ ബ്ലാങ്ക് ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ടൂസ് കോംപ്ലിമെന്റ് സിമ്പിൾ ആണ്, സിമ്പിൾ ലോജിക് ആണ്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് ഫ്ലാറ്റിന്റെ വളരെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. അതിന്റെ ലോജിക് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡീഷൻ ആണ് ട്യൂറിംഗ് മെഷീനിൽ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? അതായത് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത് 1 1 നമുക്ക് 2 സ്റ്റാർ 3 ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 1 വെച്ചിട്ട് 2നെ റെപ്രസെന്റ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ 0 വെച്ചിട്ട് സെപ്പറേറ്റർ ആണ്. പിന്നെ അടുത്ത 3നെ നമ്മളിങ്ങനെ 3 വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇവിടെ ഒരു 0 ഉണ്ട്. അതിനുശേഷമാണ് ബ്ലാങ്ക് സിമ്പൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വരുമ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അങ്ങേയറ്റത്ത്, അതായത് ഈ ബ്ലാങ്ക് സിമ്പൽ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 1 നമ്മൾ റീഡ് ചെയ്തു. അതിന് നമ്മൾ പേര് X എന്ന് കൊടുത്തു. ഇങ്ങനെ റീഡ് ചെയ്ത് ഇവിടെ സെക്കൻഡ് പോർഷനിലെ സെക്കൻഡ് ഹാഫിലെ അല്ലെങ്കിൽ സെക്കൻഡ് നമ്പറിന്റെ ആ 1 റീഡ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുക്കും. ഇവിടെ നമ്മൾ ബ്ലാങ്കും ഇവിടെ നമുക്ക് എക്സും കൊടുക്കാം, അതാണ് എളുപ്പം. അതിനുശേഷം നമ്മൾ റീഡ് ചെയ്ത് വന്നിട്ട് ഇവിടുന്ന് ഒരു 1 റീഡ് ചെയ്യുമ്പോൾ ഒരു 1 റീഡ് ചെയ്യുമ്പോൾ ഈ 3 സ്ട്രിങ്ങിനെ നമ്മൾ ഇവിടെ കോപ്പി ചെയ്ത് വെക്കുന്നു. ഓക്കെ, അടുത്ത 1 റീഡ് ചെയ്യുമ്പോൾ അടുത്ത 3 എണ്ണത്തിനെ കോപ്പി ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ ലോജിക്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3 × 2 എന്ന് പറയുന്നത് 3 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. ഓക്കെ, ആ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോജിക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ
1 നമ്മൾ കണ്ടു. ഇവിടെ ആദ്യത്തെ 1 കാണുമ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് എഴുതുവാണ്. 1 1 0 സെപ്പറേറ്റർ, അതേപോലെ 3 ones വരുന്നുണ്ട്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു 0 ഉണ്ട്. പിന്നെ ഉള്ളതെല്ലാം ബ്ലാങ്ക് സിമ്പിൾസ് ആണ്. ഇവിടെ ഞാനൊരു 6 ബ്ലാങ്ക് സിമ്പിൾ പറയുന്നുണ്ട്. കാരണം ഈ ബ്ലാങ്ക് സിമ്പിളിനെ എല്ലാം ആണ് നമുക്ക് എന്താക്കേണ്ടത്, 0 ആക്കി അല്ലെങ്കിൽ 1 ആക്കി വെക്കേണ്ടത് റിസൾട്ടിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ 1 നമ്മൾ റീഡ് ചെയ്യുവാണ് കേട്ടോ. ആദ്യത്തെ 1 റീഡ് ചെയ്യുമ്പോൾ ആ 1നെ ബ്ലാങ്ക് ആക്കി റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അടുത്ത എത്ര 1 കണ്ടാലും നമ്മൾ 1 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഇനി നമുക്ക് 0 കാണും അല്ലേ? അവിടെ 0 കാണുമ്പോൾ 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഇനി 1 കാണും. 1 കാണുമ്പോഴാണ് അടുത്ത ഇൻപുട്ട് ചേഞ്ച് വരുന്നത്. 1നെ നമ്മൾ എക്സ് ആയിട്ട് വെച്ചു, റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഇനി അതിനുശേഷം കുറേ 1 നമ്മൾ കാണും. ആ 1നെ എല്ലാം 1 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ ഇവിടുത്തെ 0 വരും. 0നെ 0 ആയിട്ട് കീപ്പ് ചെയ്യുക, വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഇത് നമുക്കിപ്പോൾ വരുന്നില്ല, സെക്കൻഡ് ഐട്രേഷനിലാട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇനി ബ്ലാങ്ക് സിമ്പിൾ കാണും അല്ലെ? അങ്ങേറ്റത്തെ ഈ ബ്ലാങ്ക് സിമ്പിൾ കണ്ടു. ബ്ലാങ്ക് സിമ്പിളിനെ നമ്മൾ 1 ആക്കി വെച്ചു. ഓക്കെ, ബ്ലാങ്ക് സിമ്പിളിനെ എന്താക്കി, 1 ആക്കി. അതിനുശേഷം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുവാണ്. അതായത് ഇവിടുന്ന് കോപ്പി ചെയ്ത് നമുക്ക് അങ്ങോട്ട് ഇടണം അല്ലെ? അപ്പോൾ ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു പോരുമ്പോൾ, തിരിച്ചു പോരുന്ന വഴി അടുത്ത Q5 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. തിരിച്ചു പോരുമ്പോൾ നമ്മൾ എന്തൊക്കെയാ കാണുന്നത്? ഇവിടെ വരുമ്പോൾ 1 കാണും അല്ലെ? ഈ 1 കാണും. ഈ ബ്ലാങ്ക് സിമ്പിൾ കഴിഞ്ഞു, അതിനെ 1 ആക്കി തിരിച്ചു പോരുന്ന സമയത്ത് 1 കാണും. 1നെ 1 ആയിട്ട് കീപ്പ് ചെയ്തു, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അതേപോലെ 0 കാണും. 0നെ 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അടുത്ത 1 വരും അല്ലെ? 1നെ 1 ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് വരുമ്പോൾ ഇവിടെ എക്സ് കാണും. ആ എക്സിനെ എക്സ് ആയിട്ട് കീപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഇവിടം വരെ പോകുന്നില്ല, എക്സ് വരെ പോയിട്ട് റൈറ്റിലേക്ക് അടുത്ത 1നെ എടുക്കുന്നു. അങ്ങനെ അടുത്ത 1നെ എടുക്കുമ്പോൾ 1നെ ഈ പറയുന്ന സ്റ്റേറ്റിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ അടുത്ത കണ്ടോ, ഇവിടുന്ന് ഈ Q6ലേക്ക് Q2ലേക്കാണ് വരുന്നത്. Q2ൽ നിന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത 1നെ കാണുമ്പോൾ അതിനെ എക്സ് ആക്കുന്നു, റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. പോകുന്ന വഴിയിൽ എത്ര 1നെ കണ്ടാലും 1 ആയിട്ട് കീപ്പ് ചെയ്യുന്നു, റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 0 കാണുന്നുണ്ട്. 0 കാണുമ്പോൾ 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും, റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അതേപോലെ ഇനി നമ്മൾ എന്ത് കാണും? ഇവിടെ 1 കാണും. എന്തുകൊണ്ടാ? ആദ്യം നമ്മൾ ഒരു ബ്ലാങ്കിനെ 1 ആക്കിയായിരുന്നു. ആ 1നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ 1നെ 1 ആയിട്ട് കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. വീണ്ടും ഇവിടുത്തെ ബ്ലാങ്ക് സിമ്പിൾ ഉണ്ട്. ആ ബ്ലാങ്ക് സിമ്പിളിന് നമ്മൾ 1 ആക്കുന്നു, പിന്നെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ആ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പോകുന്ന വഴി കാണുന്ന 1 ആണ് ഇത് അല്ലെ? ആദ്യത്തെ കേസിൽ ഈ 1നെ കാണില്ല, 0 കണ്ടാ പോകുന്നത്. പിന്നെ എത്ര 1 കണ്ടാലും 1 ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. തിരിച്ചു വരുമ്പോൾ ഇവിടെ 0 കാണും. 0 ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് പോവുക. പോകുന്ന വഴി ഇവിടെ 1 കാണും. എക്സ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും 1 കാണും. 1നെ 1 ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് പോവുക. തിരിച്ചു വരുമ്പോൾ എക്സ് കാണും അല്ലെ? എക്സിനെ എക്സ് ആയിട്ട് കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് പോവുക. അടുത്ത 1നെ എക്സ് ആക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന 1, ഈ സെക്കൻഡ് സ്റ്റെപ്പിലുള്ള 1 എല്ലാം ഇവിടെ കോപ്പി ആയി കഴിയും. അങ്ങനെ കോപ്പി ആയി കഴിയുമ്പോൾ ഇവിടെ ഫുൾ എക്സ് ആയിരിക്കും. ഇവിടെ എല്ലാം 1 ആയിട്ട് കോപ്പി ആയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ 1 ഉണ്ടോ? എക്സ് കണ്ടു, എക്സിനെ എക്സ് ആയിട്ട് കീപ്പ് ചെയ്തു, റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വീണ്ടും 1 കാണുമ്പോഴാണ് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇനി 1 കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ Q7 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തും. ഇവിടെ എത്തുമ്പോൾ 0 കാണും അല്ലെ? അതായത് ഈ 0 ആണ് നമ്മൾ കാണുന്നത്. ആ 0 കാണുമ്പോൾ 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി വരുന്ന എല്ലാ എക്സിനെയും, അതായത് Q6ൽ നിന്ന് നമ്മൾ എക്സ് എല്ലാം റീഡ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് വരുമ്പോഴും ഇനി നമുക്ക് 1 കാണുന്നില്ല. പകരം നമ്മൾ 0 ആണ് കാണുന്നത്. ആ 0, ഈ 0 നമ്മൾ കാണുമ്പോൾ 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ആ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ കാണുന്ന എക്സിനെ ഒരു വട്ടം നമ്മൾ എല്ലാ 1നെയും എക്സ് ആക്കി മാറ്റി അതിനെ എല്ലാം 1 ആക്കുക. എക്സിനെ 1 ആക്കുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ അടുത്ത
ഒരു പ്രോസസ്സ്, അതായത് ഈ ഒരു 1ന് പകരം ഇവിടുന്ന് 3 എണ്ണം കൊണ്ടുപോയി നമ്മളിവിടെ കോപ്പി ചെയ്ത് വെച്ചു. ഇനി അടുത്ത 1ന് വീണ്ടും 3 1 കൊണ്ടുപോയി അടുത്ത കോപ്പി ചെയ്ത് വെക്കണം. അപ്പൊ ആദ്യത്തെ ഐട്രേഷൻ നമ്മൾ കഴിഞ്ഞപ്പോൾ ഈ 1നെ എല്ലാം എക്സ് ആക്കിയായിരുന്നു. അങ്ങനെ എക്സ് ആക്കിയ 1നെ എല്ലാം തിരിച്ച് 1 ആക്കണം. എന്നാലാണ് ഈ സെക്കൻഡ് 1 വരുമ്പോൾ വീണ്ടും നമുക്ക് കോപ്പി ചെയ്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്സിനെ എല്ലാം 1 ആക്കി. എക്സിനെ എല്ലാം 1 ആക്കുന്ന ഒരു ലൂപ്പാണ്. 0 കാണുന്നത് വരെ നമ്മൾ എക്സിനെ എല്ലാം 1 ആക്കിക്കൊണ്ടിരിക്കുന്നു. 0 കണ്ടാൽ 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ലെഫ്റ്റിൽ മൂവ് ചെയ്യുമ്പോൾ 1 കണ്ടു അല്ലേ? അപ്പോൾ 1നെ 1 ആയിട്ട് കീപ്പ് ചെയ്തു. വീണ്ടും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബ്ലാങ്ക് സിമ്പിൾ കാണും. ആദ്യം നമ്മൾ ഒരു 1നെ ബ്ലാങ്ക് ആക്കിയില്ലേ, ആ ബ്ലാങ്ക് സിമ്പിൾ കാണും. ബ്ലാങ്ക് സിമ്പിളിനെ ബ്ലാങ്ക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത 1 കിട്ടി. അപ്പൊ ആ 1നെ ഇവിടെ മുതൽ വീണ്ടും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. 1നെ ബ്ലാങ്ക് ആക്കുക, 1നെ ബ്ലാങ്ക് ആക്കുക, പിന്നെ എന്ത് ചെയ്യണം? റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഇനി പിന്നെ എത്ര 1 കണ്ടാലും എന്ത് ചെയ്യണം? റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. 0 കണ്ടാലും റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. പിന്നെ സെയിം പ്രോസസ്സ്, ആദ്യം നമ്മൾ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തു. വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ആദ്യം ഒരു 1 കണ്ടു, ഇവിടുന്ന് എല്ലാത്തിനെയും എക്സ് ആക്കിയിട്ട് ഈ 3 എണ്ണത്തിനെ അപ്പുറം കൊണ്ടേ കോപ്പി ചെയ്തു. തിരിച്ച് വരുമ്പോൾ ഇതെല്ലാം എക്സ് ആയല്ലേ? പക്ഷെ ഇവിടെ ഒരു 1 ബാലൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സിനെ എല്ലാം 1 ആക്കിയിട്ട് എന്ത് ചെയ്തു? ഈ 1നെ ഇവിടം വരെ വന്നിട്ട് ഈ 1നെ കൺസിഡർ ചെയ്ത് വീണ്ടും പോയി സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇതിന്റെ റിസൾട്ട് 6 ആണ് വരുന്നത്. അവസാനം ഇതെല്ലാം വന്നു കഴിയുമ്പോൾ 6 1s ഇവിടുന്ന് എല്ലാം ബ്ലാങ്ക് ആക്കിയിട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ 6 1 കോപ്പി ആയി കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ആണ് മൾട്ടിപ്ലിക്കേഷൻ. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ഡിസൈൻ എ ടൂറിംഗ് മെഷീൻ ഫോർ L = A⁻n B⁻2n n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാ ഡിസൈൻ ചെയ്യുന്നത് നോക്കണം. അതായത് എ എത്ര എണ്ണം ഉണ്ടോ, എ ഇപ്പോൾ ഒരെണ്ണം ആണെങ്കിൽ B⁻2n ആണ്. അങ്ങനെയാണെങ്കിൽ B 2 എണ്ണം വരും. ഓക്കെ, എ 2 എണ്ണം ആണെങ്കിലോ B 4 എണ്ണം വരും. ഓക്കെ, അതാണ് ഇതിന്റെ കണ്ടീഷൻ, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഇൻപുട്ട് ടൈപ്പിലേക്ക് ഇപ്പോൾ ഇത് നമ്മൾ എടുക്കുവാണെങ്കിൽ എ ഇവിടെ 4 Bs ആണ് കേട്ടോ. എ ഉണ്ടെങ്കിൽ 4 Bs ആണ് ഉണ്ടാവുന്നത്. അതിന്റെ ഒരു ടൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാ നോക്കാം. അതായത് എ കാണുമ്പോൾ എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു, റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്ത എത്ര എ കണ്ടാലും എ ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ബി കാണുമ്പോൾ ബിക്ക് പകരം നമ്മൾ വൈ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു, റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എത്ര ബി കണ്ടാലും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ ബിയുടെ എണ്ണം സ്പെസിഫിക് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? എ എത്ര എണ്ണം ഉണ്ടോ അതിന്റെ ഡബിൾ ആണ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ആ 2B എന്ന് പറയുന്നത് മറ്റൊരു കണ്ടീഷനും ഇതിൻ്റെ അകത്തേക്ക് വെക്കാൻ പാടില്ല. ആ 2Bനെ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ബീനെ വൈ ആയിട്ട് വെച്ചു, 6 വെച്ചിട്ട് ആ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അടുത്ത ബീനെയും വൈ ആക്കി, അതായത് ഈ ബീനെയും വൈ ആക്കി റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഇവിടെ വരുമ്പോൾ ഇനി എന്താ ചെയ്യുന്നത്? ഈ രണ്ടാമത്തെ ബീനെ വൈ ആക്കിയ ശേഷം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുവാണ്. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ തിരിച്ചു പോകുമ്പോൾ എത്ര വൈ കാണും അല്ലെ? ആ വൈനെ എല്ലാം വൈ ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അടുത്ത എ കാണും, എനെ എ ആയിട്ട് കീപ്പ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. എക്സ് കാണുന്നോടം വരെ, അതായത് ഈ എക്സ് കാണുന്നോടം വരെ പോയിട്ട് എക്സിനെ എക്സ് ആയിട്ട് കീപ്പ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഇവിടെ വന്നു കഴിയുമ്പോൾ അടുത്ത ഐട്രേഷൻ തുടങ്ങും. അടുത്ത ഒരു എ കണ്ടാൽ ആ എനെ എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. അടുത്ത 2 ബീനെ ഒരുമിച്ചാണ്. ഓക്കെ, 2 ബീനെ ഒരുമിച്ചാണ് നമ്മളിവിടെ വൈ ആക്കുന്നത്. എയുടെ കേസിൽ ഒരു എനെയാണ് നമ്മൾ എക്സ് ആക്കുന്നത്, പക്ഷെ ഇവിടെ 2 ബീനെ ഒരുമിച്ച് നമ്മൾ വൈ ആക്കുന്നു. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് Turing machine halting problem is undecidable. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം
ഇതുവരെയുള്ള ഫ്ലാറ്റിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ട്യൂറിംഗ് മെഷീൻ പ്രോബ്ലം അല്ലെങ്കിൽ ഹാൾട്ടിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞു സിലബസിന്റെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കുറച്ച് തിയറി പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ട്യൂറിംഗ് മെഷീൻ എങ്ങനെയാണ് ഈ ഹാൾട്ടിംഗ് പ്രോബ്ലം വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഡിഫൈൻ ദി ഹാൾട്ടിംഗ് ലാംഗ്വേജ് H=M, ഇങ്ങനെ നമുക്ക് പറയാം. എം എന്ന് പറയുന്നത് ഒരു ട്യൂറിംഗ് മെഷീൻ ആണ്. എം ഹോൾട്ട് ഓൺ ഇൻപുട്ട് W. ഇപ്പൊ ഇവിടുത്തെ ഇൻപുട്ട് W ആണ്. ആ W എം എന്ന് പറയുന്നത് ഹോൾട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് തോന്നുമെങ്കിലും ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ശരിക്കും ഈ ഹോൾട്ടിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ല, പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. ഇറ്റ് ഈസ് പോസിബിൾ ടു ടെൽ വെദർ എ ഗിവൺ മെഷീൻ വിൽ ഹോൾഡ് ഫോർ സം ഇൻപുട്ട്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിൽ നമ്മുടെ മെഷീൻ ഹോൾട്ട് ആകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ശരിക്കും ആക്ച്വലി അതൊരു പ്രോബ്ലം അല്ല, അതൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ പറയുന്നത് ഹോൾട്ടിംഗ് പ്രോബ്ലം എന്ന് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന നോക്കാം. അതായത് നമ്മളിവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. ഇനി എന്താണ് ഹോൾട്ട് ചെയ്യുക എന്ന് വെച്ചാൽ, ഹോൾട്ട് മീൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻപുട്ട്, ആ ഇൻപുട്ടിൽ ഒന്നെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഹോൾട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റാ വരാൻ പറ്റുന്ന, ഒന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ വരാൻ പറ്റുന്നതെന്ന് പറയുന്നത് എന്താണ്? ലൂപ്പ്, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലൂപ്പ്. നമ്മൾ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ സി ഒക്കെ ചെയ്യുമ്പോൾ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ സെമി കോളൻ ഇട്ടാൽ എന്ത് പറ്റും? നമുക്കിങ്ങനെ ലൂപ്പ് ഇങ്ങനെ 4 hour ആണല്ലേ, ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഹോൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. അത് മാത്രമാണ് ഹോൾട്ടിൽ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഇൻപുട്ട് സ്ട്രിങ് ഉണ്ട് ഇവിടെ. ആ ഇൻപുട്ട് സ്ട്രിങ് ഒരു ഹോൾട്ടിംഗ് മെഷീനിലേക്ക് കൊടുത്തു. ഈ ഹോൾട്ടിംഗ് പ്രോബ്ലം പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. ആ ഹോൾട്ടിംഗ് മെഷീൻ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് നമുക്ക് ഇൻപുട്ട് കിട്ടും അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും എന്നാണെങ്കിൽ യെസ് എന്നും, അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നോ എന്നും പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ യെസ്സിനെ, അതായത് ഇത് ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമുക്ക് പറയുന്നു. അതായത് 2 കാര്യങ്ങളെ പറയുന്നു. ഒന്ന് ഔട്ട്പുട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ അത് എത്ര സ്റ്റെപ്പിനുള്ളിൽ കിട്ടും എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഒരു ലൂപ്പ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു ഇൻവേർട്ടഡ് ട്യൂറിംഗ് മെഷീൻ നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പിലേക്ക് പോകും. അതായത് ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമ്മളോട് പറയുന്നുണ്ട്, പക്ഷെ എപ്പോഴാണ് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് അതൊരു ലൂപ്പിൻ്റെ അകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ശരിക്കും ഹോൾട്ടിംഗ് പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ പ്രോഗ്രാമൊക്കെ എഴുതി എക്സാമ്പിളൊക്കെ വെച്ച് നമ്മുടെ ആപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ TM മോഡൽ ഈസ് വൈഡ്ലി ആക്സെപ്റ്റഡ് ആൻഡ് കൺസിഡേർഡ് ആസ് എ ജനറൽ മോഡൽ ഫോർ കമ്പ്യൂട്ടേഴ്സ്. ഈ കമ്പ്യൂട്ടേഴ്സിൻ്റെ ജനറൽ മോഡലായിട്ട് എന്തുകൊണ്ടാണ് ട്യൂറിംഗ് മെഷീനെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താ നോക്കാം. The Turing machine model is widely accepted because it captures the essence of computation in a simple yet powerful way, and it can simulate any algorithm that a modern computer can perform. ഒരു മോഡേൺ കമ്പ്യൂട്ടർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ട്യൂറിംഗ് മെഷീന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ഒരു ജനറൽ മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്തുകൊണ്ടൊക്കെയാണ് ജനറൽ മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? കീ റീസൺസ് വൈ TM ഈസ് എ ജനറൽ മോഡൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, യൂണിവേഴ്സാലിറ്റി ഓഫ് കമ്പ്യൂട്ടേഷന്റെ യൂണിവേഴ്സാലിറ്റി. അതിലെന്താ പറയുന്നത്? അതായത് എ ട്യൂറിംഗ് മെഷീൻ ക്യാൻ സിമുലേറ്റ് എനി അതർ കമ്പ്യൂട്ടേഷണൽ ഡിവൈസ് ഇൻക്ലൂഡിംഗ് മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. This universality means that if something is computable in principle, a TM can compute it. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് പെർഫോം ചെയ്യുന്ന എല്ലാ ടാസ്കുകളും ഒരു ട്യൂറിംഗ് മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ സിംപ്ലിസിറ്റി വിത്ത് പവർ ആണ്. അതെന്താന്ന് നോക്കാം. ഡെസ്പൈറ്റ് ബീങ് ഡിഫൈൻഡ് വിത്ത് ജസ്റ്റ് ആൻ ഇൻഫൈനൈറ്റ് ടേപ്പ്, എ റീഡ് റൈറ്റ് ഹെഡ് ആൻഡ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് റൂൾസ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ
ട്യൂറിംഗ് മെഷീൻ്റെ ഫോർമൽ ഡെഫിനിഷനും അതിൻ്റെ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ അതിൽ തന്നെ ആ ഫിഗറിൽ നമ്മൾ കാണുന്നതാണ് അതിൻ്റെ സ്ട്രക്ചർ അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതായത് ഒരു ഇൻഫിനിറ്റ് ടേപ്പും ഒരു റീഡ് റൈറ്റ് ഹാൻഡ് റോളും അതുപോലെ റീഡ് റൈറ്റ് ഹെഡും അതേപോലെ തന്നെ ആ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനൈറ്റ് സെറ്റ് ഓഫ് റൂൾസും അതായത് ട്രാൻസിഷൻസും മാത്രമാണുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഏത് കമ്പ്യൂട്ടേഷൻ വേണമെങ്കിലും പെർഫോം ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സിംപ്ലിസിറ്റി വിത്ത് പവർ എന്ന് വെച്ചാൽ ആ ചെറിയ സ്ട്രക്ചറിനെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫൗണ്ടേഷൻ ഓഫ് ചർച്ച് ട്യൂറിംഗ് തീസിസ്. ചർച്ച് ട്യൂറിംഗ് തീസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ ഒരു കോർണർ സ്റ്റോൺ ആണ് ഈ പറയുന്ന ചർച്ച് ട്യൂറിംഗ് തീസിസ്. അതായത് ഒരു അൽഗോരിതം യൂസ് ചെയ്ത് ദ TM underpins the Church Turing thesis which states that anything computed by an algorithm, ഒരു അൽഗോരിതം വെച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ് ചർച്ച് ട്യൂറിംഗ് തീസിസിൽ നമ്മൾ പറയുന്നത് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ ട്യൂറിംഗ് മെഷീൻ. ഒരു അൽഗോരിതം വെച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ട്യൂറിംഗ് മെഷീനും യൂസ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചർച്ച് ട്യൂറിംഗ് തീസിസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അതിന് അൽഗോരിതം മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ട്യൂറിംഗ് മെഷീന് സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം അതിന് അൽഗോരിതം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ആ അൽഗോരിതം യൂസ് ചെയ്ത് ട്യൂറിംഗ് മെഷീന് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ, എബിലിറ്റി ടു ഡിഫൈൻ ലിമിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ. അതായത് കമ്പ്യൂട്ടേഷൻ്റെ ലിമിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. TMs are not only useful for modeling what can be computed but also proving what cannot be computed. അതായത് എന്തൊക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല നമ്മുടെ ട്യൂറിംഗ് മെഷീൻ പറയുന്നത്, എന്തൊക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുകൂടി പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഹോൾട്ടിംഗ് പ്രോബ്ലം. അതിൻ്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ അൺഡിസൈഡബിലിറ്റി പ്രൂവ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഹോൾട്ടിംഗ് പ്രോബ്ലം. അത് നമുക്ക് പറയാൻ പറ്റും. അതായത് എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റ്, ആ ലിമിറ്റും നമുക്ക് ഇവിടെ പറയാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇക്വലൻസ് ടു മോഡേൺ മോഡൽസ്. അതായത് മോഡേൺ മോഡൽസുമായിട്ട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് TMൻ്റേത്. അതർ മോഡൽസ് ഓഫ് കമ്പ്യൂട്ടേഷൻ have been shown to be equivalent in power to the TM. This equivalence reinforces the TM as the standard reference model. അതായത് ഈ ട്യൂറിംഗ് മെഷീന് ശേഷം ഒരുപാട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ റൂൾസ് അല്ലെങ്കിൽ കുറേ ടെക്നിക്കുകൾ വന്നു എന്നുണ്ടെങ്കിൽ പോലും TM എന്ന് പറയുന്ന ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് അതൊരു റഫറൻസ് ആണ്, എല്ലാത്തിനും ഉള്ള ഒരു റഫറൻസ് ആണ്. നെക്സ്റ്റ്, ഹിസ്റ്റോറിക്കൽ ആൻഡ് തിയററ്റിക്കൽ ഇമ്പോർട്ടൻസ്. ഇതിന് ഹിസ്റ്റോറിക്കലും തിയററ്റിക്കലും ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാം ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് അലൻ ട്യൂറിംഗ് ആണ് അല്ലേ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ ഫാദർ എന്നറിയപ്പെടണം എന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടാവുമല്ലോ. അതാണ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. 1936 ട്യൂറിംഗ് മെഷീൻ ഇൻവെന്റ് ചെയ്യുന്നത്. അത് അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം ചെയ്യാനുള്ള ഫസ്റ്റ് റിഗറസ് അപ്രോച്ചാണ് നമ്മുടെ ട്യൂറിംഗ് മെഷീൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ എന്ന് പറയുന്നത് ട്യൂറിംഗ് മെഷീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ജനറൽ മോഡലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പോയിന്റ്സ് ഒക്കെ നോക്കി പഠിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് റിക്കേഴ്സീവ് ആൻഡ് റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചാൽ 2 കോളം വരെ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണ്. റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ട്യൂറിംഗ് ഡിസൈഡബിൾ ആണ്, ഇവിടെ ട്യൂറിംഗ് റെക്കഗ്നൈസബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റിക്കേഴ്സീവ് ലാംഗ്വേജിൽ വരുന്ന പോയിന്റ്, എ ട്യൂറിംഗ് മെഷീൻ ഹോൾട്ട് ഓൺ ഓൾ ഇൻപുട്ട് ആൻഡ് ഡിസൈഡ്സ് മെമ്പർഷിപ്പ്. എന്താണ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്? ഒരു ലാംഗ്വേജ് ഉണ്ട്, ആ ലാംഗ്വേജിലെ ഒരു സ്ട്രിങ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്ട്രിങ് ആ ലാംഗ്വേജിൽ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് മെമ്പർഷിപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ റിക്കേഴ്സീവില് എ ട്യൂറിംഗ് മെഷീൻ ഹോൾട്ട് ഓൺ ഓൾ ഇൻപുട്ട് ആൻഡ് ഡിസൈഡ്സ് മെമ്പർഷിപ്പ്. ഓക്കെ, കറസ്പോണ്ടിങ് നമുക്ക് റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജിൽ എന്താണ് വരുന്നത്? എ ട്യൂറിംഗ് മെഷീൻ ഹാൾട്ട് ആൻഡ് ആക്സെപ്റ്റ് ഇഫ് ദ സ്ട്രിങ് ഈസ് ഇൻ ദി ലാംഗ്വേജ് ബട്ട് മേ ലൂപ്പ് ഫോർ എവർ ഇൻ ദ സ്ട്രിങ് ഈസ് നോട്ട്. ഇനി സ്ട്രിങ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ലൂപ്പ് ഫോർ എവറിലേക്ക് പോകും. എവിടെ? റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജിൽ. ഇവിടെ റിക്കേഴ്സീവ് ലാംഗ്വേജിൽ ഓൾവേസ് ഹോൾട്ട് ആണ്. ദാറ്റ് മീൻസ്
ഒന്നെങ്കിൽ സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഇവിടെ റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജിൽ മേ നോട്ട് ഹോൾഡ് ഫോർ സ്ട്രിങ് ഔട്ട്സൈഡ് ദി ലാംഗ്വേജ്. അതായത് ലാംഗ്വേജിന് പുറത്തുള്ള സ്ട്രിങ്സ് വന്നാൽ ചിലപ്പോൾ ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡിസൈഡബിൾ ആണ്. റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് സെമി ഡിസൈഡബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലാംഗ്വേജ് ഓഫ് ഓൾ വാലിഡ് അരിതമെറ്റിക് എക്സ്പ്രഷൻസ്, ലാംഗ്വേജ് ഓഫ് പാലിൻഡ്രോം. അതായത് അരിതമെറ്റിക് എക്സ്പ്രഷനും അതേപോലെ തന്നെ ലാംഗ്വേജ് ഓഫ് പാലിൻഡ്രോമിന്റെ ലാംഗ്വേജ് എല്ലാം ആണ് റിക്കേഴ്സീവിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജിൽ ഹോൾട്ടിംഗ് പ്രോബ്ലം ലാംഗ്വേജ്, അതായത് ഹോൾട്ടിംഗ് പ്രോബ്ലം ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് വൺ, എവരി റിക്കേഴ്സീവ് ലാംഗ്വേജ് ഈസ് ഓൾസോ റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ. എല്ലാ റിക്കേഴ്സീവ് ലാംഗ്വേജും റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ കൂടിയാണ്. അതുപോലെ നോട്ട് എവരി, സെക്കൻഡ് കേസിൽ റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ നമ്മൾ പറയുന്നു. നോട്ട് എവരി റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് ഈസ് റിക്കേഴ്സീവ്. ഓക്കെ, അപ്പോൾ ഈ കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പഠിക്കുക. നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ് എൻകോഡിങ് ഓഫ് ട്യൂറിംഗ് മെഷീൻ. ഈ എൻകോഡിങ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു ചെറിയൊരു പ്രോബ്ലം കൂടി പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ടതാണ്. അപ്പോൾ എൻകോഡിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻകോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്യൂറിംഗ് മെഷീനെ എങ്ങനെ എൻകോഡ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കോളൂ. എൻകോഡിങ് എ ട്യൂറിംഗ് മെഷീൻ ഇൻവോൾവ്സ് റെപ്രസെന്റിങ് ഇറ്റ്സ് കമ്പോണന്റ്. അതായത് അതിന്റെ എല്ലാ കമ്പോണൻസും എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്സും സിംബൽസും ട്രാൻസിഷനും എല്ലാം വരും അല്ലേ. അതിനെല്ലാം ആസ് എ സ്ട്രിങ് ഓവർ എ സ്പെസിഫിക് ആൽഫബറ്റ്, ഒരു സ്പെസിഫിക് ആൽഫബറ്റ് യൂസ് ചെയ്ത് വേറൊരു രീതിയിലേക്ക് കോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എൻകോഡിങ്ങിൽ വരുന്നത്. ദിസ് അലൗസ് ദ TM ടു ബി ഡിസ്ക്രൈബ്ഡ് ഇൻ എ ഫോർമൽ, കോമ്പാക്ട് ആൻഡ് മെഷീൻ റീഡബിൾ വേ. അപ്പോൾ അത് എന്ന് പറയുന്നത്, അതായത് നമ്മളിങ്ങനെ എൻകോഡ് ചെയ്യുന്നത് കൂടുതൽ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ TMനകത്തുള്ളത്? സ്റ്റേറ്റ് ഉണ്ട്, ആൽഫബറ്റ് ഉണ്ട്, ട്രാൻസിഷൻ ഫംഗ്ഷൻ ഉണ്ട്. അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക, അതിനെല്ലാം എൻകോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻകോഡ് ചെയ്യുമ്പോൾ എല്ലാത്തിനും എന്തിനൊക്കെയാണ് നമ്മൾ പേര് കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. കറണ്ട് സ്റ്റേറ്റ്, ഇപ്പോഴുള്ള സ്റ്റേറ്റ് ഏതാണ്? കറണ്ട് ടേപ്പ് സിമ്പൽ ഏതാണ്? നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? അതായത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏത് സിമ്പലാണ് റൈറ്റ് ചെയ്യേണ്ടത്, പിന്നെ അതിന്റെ ഡയറക്ഷൻ. ഇങ്ങനെയാണ് നമുക്ക് അതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നത് ട്യൂറിംഗ് മെഷീന്റെ ആ ട്രാൻസിഷനെ. അപ്പൊ അതിന് ഓരോന്നും നമുക്ക് കോഡ് കൊടുത്ത് നമുക്ക് എഴുതാം. അപ്പൊ അതെങ്ങനെയാ നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ടപ്പിൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്യൂറിംഗ് മെഷീന്റെ ടപ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെ. സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ ഇൻപുട്ട് ആൽഫബറ്റ് ഉണ്ട്, ടോ എന്ന് പറയുന്ന സിമ്പൽ അതായത് ടേപ്പ് സിമ്പൽ ആണ്, ട്രാൻസിഷൻ ഫങ്ഷൻസ്, Q0 ഇനീഷ്യൽ സ്റ്റേറ്റ്, നമ്മുടെ ബ്ലാങ്ക് സിമ്പൽ വരും, പിന്നെ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട്. ഏത് സ്റ്റേറ്റ് ആണ്? ഫൈനൽ സ്റ്റേറ്റ്. ആ ഫൈനൽ സ്റ്റേറ്റിനെ F എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻകോഡിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും Q1 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് Q0 സ്റ്റാർട്ട് ചെയ്യാത്ത എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ എൻകോഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ Q1 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനെ എങ്ങനെയാണ് എൻകോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ ജനറൽ ഫോം. ഇതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിനൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോ ട്രാൻസിഷനെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ഫോമിലേക്ക് എൻകോഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ട്രാൻസിഷനെ എടുത്തു കഴിയുമ്പോൾ ഓരോന്നിനും നമുക്ക് C1, C2, C3 എന്ന് പേര് കൊടുക്കാം. എല്ലാത്തിനെയും കൂടി ഒരുമിപ്പിച്ച് ഫൈനൽ റിസൾട്ടിലേക്ക് നമ്മൾ വരുന്നത് ഇതേപോലെ C1 / C2 ഇങ്ങനെയാണ് ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്നത്. എങ്ങനെയാ വരുന്നതെന്നുള്ളത് ഒരു പ്രോബ്ലം ചെയ്തിട്ട് നോക്കാം. അപ്പൊ ഇതാണ് ഒരു പ്രോബ്ലം. എൻകോഡ് ദ ഗിവൺ TM M = Q1, Q2, Q3 0 1 0 1B ട്രാൻസിഷൻ QB Q2. ഇത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന Q1 അതുകൊണ്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി Q0
സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ Q1 ആക്കണം. അപ്പൊ Q0 Q1 ആണ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ Q0യിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് Q0 ഈക്വൽ ടു Q1 ആക്കുക, Q1 ഈക്വൽ ടു Q2 ആക്കുക. അപ്പൊ ഏതായിരിക്കും പുതിയ സ്റ്റേറ്റ്? Q1 Q2 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റേറ്റ്സ് എഴുതാൻ പാടുള്ളൂ. ഇവിടെ നമുക്കൊന്നും കൺവേർട്ട് ചെയ്യാനില്ല, കാരണം Q1ലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും ട്രാൻസിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഓരോന്നിനെ നമുക്ക് എൻകോഡ് ചെയ്യണം. എങ്ങനെ എൻകോഡ് ചെയ്യുന്നത് നോക്കാം. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റുകളെ നമ്മൾ റീനെയിം ചെയ്യും. ഇത് നമ്മുടെ ടേപ്പ് സിമ്പിൾ ആണ്. ആ ടേപ്പ് സിമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും? റീനെയിം ചെയ്യും. അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള എൻകോഡിങ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനെയൊക്കെയാണ് റീനെയിം ചെയ്യേണ്ടതെന്ന് ഓർക്കുക. ഒന്ന് സ്റ്റേറ്റുകളെയും അതേപോലെ ടേപ്പ് സിമ്പിളിനെ. അപ്പോൾ നമ്മളിവിടെ 01B, എന്താ 01B? ടേപ്പ് സിമ്പിൾ ആണ്. ആ ടേപ്പ് സിമ്പിളിന് നമ്മൾ x1 x2 x3 എന്ന് പേര് കൊടുത്തു. 0ക്ക് x1, 1ന് x2, bക്ക് x3. ഇനി അതിൻ്റെ ഡയറക്ഷൻസ് നമുക്ക് നോക്കാം. ഈ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, ഇതേപോലൊരു ഡയറക്ഷൻ നമ്മുടെ ട്യൂറിംഗ് മെഷീൻ്റെ ട്രാൻസിഷനിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ എല്ലിന് D1 കൊടുത്തു, ആറിന് D2 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രാൻസിഷനെ ഒന്ന് റൈറ്റ് ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. Q1 1 ഈക്വൽ ടു Q3 0R. അത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കിക്കേ. Q1 1 Q3 0R. അപ്പോൾ Q1 നമ്മൾ അതേപടി എഴുതി, 1ന് പകരം നമ്മൾ x2 ആണ് കൊടുത്തത്, അതെഴുതി. ഈക്വൽ ടു Q3, അതായത് Q3 തന്നെയാണ്. 0ക്ക് പകരം x1 ആണ്, ആറിന് നമ്മൾ D2 ആണ് കൊടുത്തത്, അതെഴുതി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ സബ്സ്ക്രിപ്റ്റിനെയാണ്, അതായത് ഈ താഴെയുള്ള 1 2 3 1 2 അതിനെ വെച്ചിട്ടാണ് നമ്മൾ എൻകോഡ് ചെയ്യാൻ പോകുന്നത്. Q1ന്റെ 1നെ അതിനെ നമുക്ക് I ആക്കി എടുക്കാം, I ഈക്വൽ ടു 1. x2ന്റെ 2 അത് J വാല്യൂ ആയിട്ട് എടുക്കാം. Q3യുടെ 3 അത് Kയുടെ വാല്യൂ ആണ്. x1ന്റെ 1 അതാണ് L വാല്യൂ, D2ന്റെ 2 ആണ് M വാല്യൂ. ഓക്കെ, അതായത് വേറെ ഒന്നുമില്ല, ഈ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എടുത്തതിനെ മാത്രം ഒന്ന് എടുത്ത് ഓർഡറിൽ എഴുതുക. ഇനി നമ്മൾ ചെയ്യുന്നത് 0 എടുക്കുക, 0⁻1. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന I, J, K, L, M വാല്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ 0⁻1 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അത് എഴുതി. ഇനി സെപ്പറേറ്റ് ചെയ്യാൻ ഒരു 1 യൂസ് ചെയ്യുന്നു. 0², അതായത് ഇവിടെ 0² എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് വേണമെങ്കിൽ 0 എന്ന് എഴുതാം. 0² എന്ന് പറഞ്ഞാൽ ഈ J വാല്യൂ ആണ്. അടുത്തത് 0³ അതായത് 3 zeros ആണ് ഇവിടെ വരുന്നത്. ഇനി 01 വരും, ഒരു 0 വരും, 00 വരും. ഓക്കെ, അപ്പൊ ഇതിന് ഇങ്ങനെ നമുക്ക് എൻകോഡ് ചെയ്യാം. വേറെ ഒന്നുമില്ല, ഈ പേര് മാറ്റി കൊടുത്തത് ഈ 1ഉം 2ഉം 3ഉം ഒക്കെ ആയിട്ട് നമുക്ക് സബ്സ്ക്രിപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നിൻ്റെയും അടിയിൽ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് മാത്രം എടുത്ത് എഴുതിയിട്ട് അത്രയും നമ്പർ ഓഫ് സീറോസ് നമ്മൾ എൻകോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. ഇതാണ് C1 എന്ന് പറയുന്നത്. C1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് C2 എഴുതുമ്പോൾ എങ്ങനെ വരും? C2 എഴുതാൻ നേരം Q3 അടുത്ത ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Q3 0 എടുത്തു. Q1 1R അതാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ 0ക്ക് പകരം x1 എഴുതി. 0ക്ക് പകരം x1 ആണ്. Q1 അതേപടി തന്നെ 1ന് പകരം x2 ആണ്, Rന് പകരം D2 ആണ് എഴുതിയത്. നമുക്ക് വേണ്ടത് ഈ താഴത്തെ സബ്സ്ക്രിപ്റ്റ് ആണ്. 3 വേണം, 1 വേണം, 1 വേണം, 2 വേണം, 2 വേണം. I, J, K, L, M എന്നൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. 1-2 എണ്ണം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കിട്ടും, പക്ഷെ സ്റ്റെപ്സിന് മാർക്കുള്ളതാണ്. അപ്പോൾ C2 എഴുതുക. ഇതേപോലെ തന്നെ സീറോസ് എത്രയാണോ ഉള്ളത്, സീറോയുടെ പവർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാല്യൂസ്, അതിന് പവർ ആക്കി കൊടുത്തു. പവർ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ C2 എഴുതുന്നു. ഓക്കെ, ഈ സെയിം പ്രോസസ്സ് തന്നെ 3ക്കും അതേപോലെ 4നും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ സീറോസ് കിട്ടും, ഇതേപോലത്തെ വാല്യൂസ് കിട്ടും. ഇനി എല്ലാം കൂടി നമുക്ക് ഒരുമിപ്പിച്ച് എഴുതണം. അതാണ് കോഡ് ഫോർ ദി എൻറ്റയർ TM എന്ന് ഉദ്ദേശിക്കുന്നത്. M ഈക്വൽ ടു C1 C2 C3 C4 4 ട്രാൻസിഷനാണ് ഇവിടെ തന്നിരുന്നത്. അപ്പോൾ അത് 4 സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. എമ്മിലേക്ക് അതിനെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഓരോന്ന് കഴിയുമ്പോഴും ഡബിൾ ഡിറ്റർമിനന്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എൻകോഡിങ്. നെക്സ്റ്റ് വൺ
പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലം ആണ്. ഇതിൻ്റെ ലാസ്റ്റ് പോർഷനാണ്, നമ്മുടെ സിലബസിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു പ്രോബ്ലം ആണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ് പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലം നോക്കാം. പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലം ഈസ് എ ക്ലാസിക് അൺഡിസൈഡബിൾ പ്രോബ്ലം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇമെയിൽ ലിയോൺ പോസ്റ്റ് ഇൻ 1946. 1946 ശരിക്കും ഈ പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലം ഡിസൈൻ ചെയ്തത്. 1936 നമ്മുടെ ട്യൂറിംഗ് മെഷീൻ വന്നത് എന്ന് ഓർമ്മ വേണം. അത് കഴിഞ്ഞൊരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഹാൾട്ടിംഗ് പ്രോബ്ലത്തിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള PCP വന്നത്. എന്താ നോക്കാം. ഇറ്റ് ഈസ് സിംപ്ലർ ദാൻ ഹോൾട്ടിംഗ് പ്രോബ്ലം ആൻഡ് സെർവ്സ് ആസ് എ ഫൗണ്ടേഷണൽ എക്സാമ്പിൾ ഇൻ ദ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ടു ഇല്ലുസ്ട്രേറ്റ് അൺഡിസൈഡബിലിറ്റി. അൺഡിസൈഡബിലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ, ഒരു അൽഗോരിതം പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലം. എന്താന്ന് വെച്ചാൽ ഇതാണ്, ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. In PCP, we are given 2 lists of strings A and B. എയും ബിയും 2 ലിസ്റ്റ് ഉണ്ടാവും. ഈച്ച് കണ്ടെയ്നിങ് n elements. ഓരോന്നിലും n elements ഉണ്ട്. The goal is to find a sequence of indices such that the concatenation of strings from list A matches the concatenation of strings from list B. 2 ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ 2 ലിസ്റ്റിൽ നിന്നും എലമെന്റ്സിനെ നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യുമ്പോൾ ഒരേപോലെ വരണം. ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒരു കാരണവശാലും ഒരേപോലെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ PCPക്ക് ഒരു സൊല്യൂഷൻ ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നമുക്ക് 2 സീക്വൻസിനെ ഇങ്ങനെ എഴുതാം. A = W1, W2, W3 മുതൽ WK വരെ, B = X1 മുതൽ XK വരെയുള്ള വാല്യൂസ് ആണ്. ഇതിനെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നത് W1നെ X1നെ ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ ചേർത്ത് എഴുതും. അങ്ങനെയാണ് കോൺകാറ്റിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സീക്വൻസ് നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഇങ്ങനെ പറയുമ്പോൾ ഒരു തിയറി ആയിട്ട് തോന്നും, മനസ്സിലാവാതെ തോന്നും. പ്രോബ്ലം പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലത്തിന് ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ഒന്ന് റെപ്രസെൻറ്റേഷൻ ആണ്, അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളത്. നെക്സ്റ്റ് വൺ അൺഡിസൈഡബിലിറ്റി ആണ്. തേർഡ് വൺ മോഡിഫൈഡ് PCM എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇതും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് ആ തിയറി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്കിവിടെ നോക്കാം. ലിസ്റ്റ് A, ലിസ്റ്റ് B, 2 ലിസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ആ 2 ലിസ്റ്റ് ഇവിടെ എഴുതി. ഇവിടെ I വാല്യൂസ് ഉണ്ട്. WI എന്ന് പറയുന്ന ഈ ലിസ്റ്റ് Aയുടെ വാല്യൂസ് ആണ്. ലിസ്റ്റ് Bയിലെ വാല്യൂസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഓരോ വാല്യൂസ് ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മളിപ്പോൾ 1 എടുത്തു. ഈ I ആണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ 1 എന്ന് പറയുന്ന ഒരു I വാല്യൂ സെലക്ട് ചെയ്തു. 1ന് പകരം നമ്മൾ 1ലുള്ള Aയിലെയും Bയിലെയും വാല്യൂസ് എഴുതി. ഇത് Aയിലെ എഴുതാൻ, ഇത് Bയിലെ എഴുതാനാണ്. അങ്ങനെയാണ് Aയിലെ വാല്യൂ 1 ആണെങ്കിൽ ഇവിടെ 3 ആണ് വരുന്നത്. ഓക്കെ, ഇനി കറസ്പോണ്ടിങ് നമ്മൾ 2 എഴുതാനോ പറ്റുമോ നോക്കാം. 2 ആണെങ്കിൽ ഈ 2 സ്ട്രിങ്ങും ഒരേപോലെ എഴുതണം അല്ലേ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന വെറുതെ ഇവിടെ ഒന്ന് മാറ്റി വെച്ച് എഴുതി വെച്ചു, നമ്മുടെ സൊല്യൂഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടി. ഇനി നമ്മൾ 2 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ Aയിൽ 2 എന്ത് വരും, വേറെ കളർ വെച്ചിട്ട് എഴുതാം. 1, അതായത് ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമ്മൾ എഴുതണം. ഇവിടെ ഒരു 1 ഉണ്ട്. ഏത് സ്ട്രിങ് എഴുതിയാലും അതിന് നേരെ എഴുതാനായിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ 2 ആണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ 1, 0 വരും. അപ്പോൾ ആ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ ഒരു മിസ്മാച്ച് വന്നു. എപ്പോഴും ഒരുപോലെ വരുമ്പോൾ മാത്രമാണ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 1 കഴിഞ്ഞിട്ട് 2 എന്താണെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2 എടുക്കുന്നില്ല. ഇനി അതിനുശേഷം വേണമെങ്കിൽ 3 എടുക്കാൻ പറ്റുമോ നോക്കാം. 3 ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 3ക്ക് Aയിൽ നമുക്ക് 10 എഴുതാം. അതേപോലെ ഇവിടെ എഴുതുമ്പോൾ 0 എഴുതാം. ഓക്കെ, ഒരു പ്രോബ്ലം ആയില്ലേ. ഇപ്പോൾ ഒരേപോലെ വന്നു. അങ്ങനെ ഒരേപോലെ വന്നാൽ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്ത് 1, 2 കഴിഞ്ഞ് നമ്മൾ 3 സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ Aയും Bയും കിട്ടി.
അത് നമ്മൾ എഴുതി. ഇനി അതല്ലാതെ 2 1 1 3 എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്. അതായത് 2 നമ്മൾ ആദ്യം എടുക്കുമ്പോൾ 1 0 1 1 1 വരും, അതിന് കറസ്പോണ്ടിങ് 1 0 വരും. അതേപോലെ ഇനി 1 എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 1 വരും, 3 1s താഴെ വരും. ഇനി ഒരു 1 വീണ്ടും വന്നാൽ ഇവിടെ ഒരു 1 വരും, 3 1 വരും. പിന്നെ 3 എടുക്കുകയാണെങ്കിൽ 1 0 വരും, 0 വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഏത് ഇൻഡെക്സ് എടുത്തപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ മാച്ചിങ് ആയിട്ട് കിട്ടിയത് എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. ഓക്കെ, അതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രീതിയിലും ചിലപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ലാത്ത പ്രോബ്ലംസും വരാം. അപ്പോൾ ആണെങ്കിൽ ആ PCPക്ക് എന്തില്ല, സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ ഉള്ളതാണെങ്കിൽ ഇതേപോലെ ഒരു ഇൻഡെക്സ് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇൻഡെക്സ് അല്ലാതെ നമുക്ക് സൊല്യൂഷൻ ഇല്ല എന്ന് കിട്ടും. നമ്മൾ എത്ര ട്രൈ ചെയ്താലും നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടില്ല. ഓക്കെ, നമ്മൾ ഇന്ന് മോഡ്യൂൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറേ ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കിയത്. ശരിക്കും ഇങ്ങനെ പ്രോബ്ലംസ് ഡയറക്റ്റ് മാത്രമല്ല, ആപ്ലിക്കേഷൻ ലെവലും കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പക്ഷേ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ലെവലിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആ കറക്റ്റ് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് എക്സാം ഹാളിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറി അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അതിനെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. കൂടാതെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആൻസർ ചെയ്യാൻ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകളാണെങ്കിലും കൂടുതൽ ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. താങ്ക് യു.